എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാധാരണ ഇതിൽ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ലാത്തൊരു വിഷയമാണ്. വെളിച്ചപ്പാടിന്റെ ഭാര്യ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ആകർഷിക്കുന്നത് 1973 MT വാസുദേവൻ നായരുടെ തിരക്കഥയും സംവിധാനവും ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം നിർമാല്യം. നിർമാല്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു വെളിച്ചപ്പാടാണ് പ്രധാന കഥാപാത്രം. അന്തരിച്ച PJ ആന്റണിക്ക് ഏറ്റവും നല്ല ദേശീയ നടനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് നേടിക്കൊടുത്ത സിനിമ കൂടിയാണിത്. എന്താണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത? ഇതിന്റെ കഥ ഒരു ചെറിയ രൂപാന്തരം. ഒരു വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ധാരണ ഉണ്ടാവാം. സാധാരണ ഉത്സവങ്ങളോടനുബന്ധിച്ചും പ്രത്യേക പൂജകളോടനുബന്ധിച്ചും ഒക്കെ ക്ഷേത്രങ്ങളിൽ എത്തി തുള്ളുകയും വെളിപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരു ക്ഷേത്ര ജീവനക്കാരൻ, അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു പൗരോഹിത്യമുള്ള ആളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്രാമത്തിൽ PJ ആന്റണിയുടെ കഥാപാത്രം അവിടുത്തെ പ്രാദേശിക ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ്. വീട്ടിൽ പട്ടിണിയാണ്. കാരണം അന്നത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ, അന്നത്തെ ഭക്തി വ്യവസായത്തിന്റെ അവസ്ഥ, വീട്ടില് വല്ലാത്ത അസംതൃപ്തി. കാരണം ഇയാളൊന്നും കൊണ്ടുവരുന്നില്ല. ഈസ് നോട്ട് ആക്ച്വലി an earning member. നമുക്കൊരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത്ര പിന്നാക്കാവസ്ഥ കേരളത്തിലെ ഭക്തി വ്യവസായത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ഇദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അയാൾ വിദ്യാസമ്പന്നനാണ്. പക്ഷെ അച്ഛൻ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നിട്ടും നിരന്തരമായി പരാജയപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം തന്നെ അസ്തമിച്ച, അച്ഛൻ ചെയ്യുന്നതിനോട് പുച്ഛം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് മകൻ. ഭാര്യ എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മകൾ അടുത്തിടെ ആ ക്ഷേത്രത്തിലേക്ക് വന്ന ഒരു യുവ പൂജാരിയുമായി അടുക്കുകയും ആ പൂജാരി നല്ല ഒന്നാന്തരമായിട്ട് ഈ പെൺകുട്ടിയെ പറ്റിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു നോണം, അവളുടെ മാനം തകർത്തിട്ടാണ് ഇയാൾ പോകുന്നത്. ദാരിദ്ര്യം മൂത്തപ്പോ വെളിച്ചപ്പാട് നാട്ടിലിറങ്ങി തെണ്ടാൻ തുടങ്ങാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു വീട്ടമ്മ ചോദിക്കുന്നുണ്ട്, വെളിച്ചപ്പാടെ നിങ്ങളും തുടങ്ങിയോ ഈ തെണ്ടൽ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെയും അല്ലെ പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഒരുപാട് ഉന്നത നിലയിൽ വർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്രയധികം ജീർണതയിലേക്ക് കൂപ്പുകുത്തുന്നത് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ള ഒരു വിശ്വാസമായിരിക്കും ഒരു പക്ഷേ അതിന് കാരണം. അവസാനം ഒരു ദിവസം ഇവര് വെളിച്ചപ്പാട് കാണുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ വാളും ചിലങ്കയും മകനെടുത്ത് ആക്രി കച്ചവടക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വെളിച്ചപ്പാട് മകനുമായിട്ട് വഴക്കുണ്ടാകുന്നു. വെളിച്ചപ്പാട് മകന്റെ കർണത്തടിക്കുന്നു, അവനെ ഇറക്കി വിടുന്നുണ്ട്. പിന്നെയും കാര്യങ്ങൾ തുടർന്നു പോകുന്നു. നാട്ടില് ചിക്കൻ പോക്സ് പിടിവിടുന്നു, വസൂരി. അങ്ങനെ വരുന്ന ഒരു ദിവസം വെളിച്ചപ്പാട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ. ഉത്സവ ദിവസം വെളിച്ചപ്പാട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സ്വന്തം ഭാര്യ അവളെ തന്നെ വിൽക്കുകയാണ്. വലിയ ആത്മനിന്ദ തോന്നിയ വെളിച്ചപ്പാട് തിരിച്ചു വന്ന് ദേവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ വികാര വിക്ഷുബ്ധതയോടുകൂടി സ്വയം ശിക്ഷിച്ചുകൊണ്ട് ഒരു നൃത്തം കാഴ്ചവെക്കുകയാണ്. അവസാനം അദ്ദേഹം തുപ്പുകയാണ്. തുപ്പുന്നത് ദേവി വിഗ്രഹത്തിന്റെ മേളിലേക്കാണ് തുപ്പുന്നത്. എന്നിട്ട് കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് സ്വയം മുറിവേൽപ്പിച്ച് രക്തം വാർന്നൊലുകി വെളിച്ചപ്പാട് ദേവിയുടെ മുന്നിൽ എരിഞ്ഞടങ്ങുന്നതാണ് ഈ സിനിമയുടെ അവസാനത്തെ സീൻ. നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതാത്മകമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ചിന്തയോടൊപ്പം നീങ്ങുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഭക്തിയുടെ ഒരു പ്രതിനിധിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ
അദ്ദേഹത്തിന് വേണ്ടത്ര മാന്യതയില്ല, സമൂഹത്തിലും വേണ്ടത്ര മാന്യതയില്ല. പരാജയപ്പെട്ട ഒരു മനുഷ്യനായി മാറുകയാണ് വെളിച്ചപ്പാട്. ഇനി സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ CPSUവിൻ്റെയൊക്കെ കോൺഗ്രസ് കൂടുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടുന്നത് പ്രതിനിധികളായിട്ട്. പാർട്ടിക്ക് ഒരുപാട് വൻകിട നേതാക്കളുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ നേതാക്കളിൽ പലരും റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ അഗാധമായി വിശ്വസിച്ചിരുന്നവരായിരുന്നിരിക്കണം. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഒരു മതജീവിതം നയിക്കാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം വിശ്വാസം ഉള്ളിലടക്കിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കുകയായിരുന്നു. കാരണം വളരെ സിമ്പിളായിരുന്നു, അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. മതവിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു ഇമേജിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. എൻവർ ഹോജ ഒരുപക്ഷെ അൽബേനിയയെ ലോകത്തെ ആദ്യത്തെ നിരീശ്വരവാദ രാജ്യമായി പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് എൻവർ ഹോജ. ഇന്നും അൽബേനിയയിൽ വളരെ കുറച്ച് അവധികളേ ഉള്ളൂ, ഏതാണ്ട് ഒരു അവധി മാത്രമാണ്. അതൊരു ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ടൊരു അവധിയാണ്. ലോകത്തെ ആദ്യത്തെ സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ വേറെ ഒരു രാജ്യവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചൈനയും സോവിയറ്റ് യൂണിയനും ഒക്കെ നിരീശ്വരവാദമാണ് അവരുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നെങ്കിലും അവരാരും ശരിക്കും സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. അൽബേനിയയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് മദർ തെരേസ. പക്ഷെ മദർ തെരേസ ഒരു കാലഘട്ടത്തിലും എൻവർ ഹോജയുടെ റിപ്രസീവായിട്ടുള്ള റെഷീം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിച്ചമർത്തൽ ഭരണകൂടം, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതവിടെ സാധിക്കുമായിരുന്നില്ല. അത് മറ്റൊരു ഇമേജ്. ഞാൻ ഈ 3 ഇമേജുകൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദി കാവ്യമാണ് രാമായണം എന്നാണ് നമ്മൾ പറയുക. വിശ്വസിക്കാൻ സുഖമുള്ള ഒരു മിത്താണ്. അതിൻ്റെ ഒരു കഥയുണ്ട്. അതായത് മുനി വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ ചെയ്യുന്നത് മാനിഷാദ, അരുത് കാട്ടാള എന്ന് പറയുമ്പോൾ ഇത് തൻ്റെ ഉപജീവനത്തിനായിട്ടാണ് ചെയ്യുന്നത് എന്ന് മുനിയോട് പറയുന്നു. ഞാൻ മാത്രമല്ല ഇത് ഭക്ഷിക്കുന്നത്, ഇതിൻ്റെ ബലം ഭക്ഷിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ഭാര്യയും കുട്ടികളും കൂടിയാണ് എന്ന് പറയുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കൂ, നിൻ്റെ ഭാര്യയ്ക്ക് ഇതിനോട് യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം അവൾ കൂടി വഹിക്കാൻ തയ്യാറാണോ എന്ന് മുനി പറയുമ്പോൾ ഇദ്ദേഹം വീട്ടിൽ പോയി ചോദിക്കുന്നു. ഭാര്യ പറയുന്നു, ഞാനതിന് ബാധ്യസ്ഥയല്ല, ഐ എം നോട്ട് അക്കൗണ്ടബിൾ എന്ന് പറയുന്നു. ഇയാൾ തിരിച്ചു വരുന്നു. നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ, ഇത് ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു ഫിലിം കട്ടിംഗ് ആണ്, ഒരു പേപ്പർ കട്ടിംഗ് ആണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ, June 23, 2006. റൈറ്റർ ജേർണലിസ്റ്റ് പവനൻ ഡെറ്റ്. നിങ്ങൾക്കത് വായിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പവനൻ ഒരുപക്ഷെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ മഹോന്നതരായ നേതാക്കളിൽ ഒരാളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ സദസ്സിൽ വെച്ച് ഞാനൊരു വിശദീകരണം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ വാർത്ത നിങ്ങൾ ത്രൂ ഔട്ട് ആദ്യം മുതൽ അന്ത്യം വരെ വായിച്ചാലും പവനൻ ഒരു യുക്തിവാദി നേതാവായിരുന്നു എന്ന് നിങ്ങൾക്കിതിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളിനി കൊളംബസ് ആയാലും കൊള്ളാം, ഗലീലി ആയാലും കൊള്ളാം. കാര്യം അങ്ങനെ ഒരു സാധനം ഇതിനകത്തില്ല. അദ്ദേഹത്തിൻ്റെ യുക്തിവാദ ആഭിമുഖ്യം വ്യക്തമാക്കുന്ന വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാവുന്ന ഒരൊറ്റ സെന്റൻസ് ഉണ്ട്. അതിങ്ങനെയായിരുന്നു: ഹി വാസ് എ റിനൈസൻസ് മാൻ ഇൻ എവറി റെസ്പെക്ട്. വെരി ഫ്യൂ ഏരിയാസ് ഓഫ് socio-cultural studies escaped his attention. He would passionately involve in issues that affected society and go to any length to fight for the cause that were close to his heart. പല സബ്ജക്റ്റിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആർക്കിടെക്ചർ, ആർക്കിയോളജി, ഹ്യൂമാനിറ്റീസ്, ഫിലോസഫി, പൊളിറ്റിക്സ്, റാഷണലിസം, ഫിലോസഫി, ഇങ്ങനെ പല സബ്ജക്റ്റിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. തീർന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദു ദിനപത്രത്തിൽ പവനെ കുറിച്ചൊരു ന്യൂസ് വരുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ കർമ്മോന്മുഖമായിരുന്ന ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലിയെക്കുറിച്ച് യാതൊരു റെഫറൻസും ഇല്ലാതെ പുറത്തു വരുന്നത് എന്തുകൊണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പവനന്റെ കുടുംബം മറിച്ചൊരു വാർത്ത വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇറ്റ് ഇസ് എ ഡിസൈൻഡ് ന്യൂസ്, ഇറ്റ്സ് എ പ്ലാൻ ന്യൂസ്. ഒരു നോർമൽ ന്യൂസ് ഇങ്ങനെയല്ല വരുന്നത്.
ഡിസൈൻ ന്യൂസുകൾ വരുന്നത് ന്യൂസിൻ്റെ ഉൽപാദക കേന്ദ്രങ്ങൾ, വാർത്തയുടെ ഉൽപാദക കേന്ദ്രങ്ങൾ അവരുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്താണ് ന്യൂസുകൾ വിടുന്നത്. അങ്ങനെ ഒരു ന്യൂസാണ്. പിൽക്കാല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ സമീപനങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമാക്കുന്നത് പവനൻ്റെ യുക്തിവാദി പ്രവർത്തനം ഒരു അരുതായ്മയായിരുന്നു, വേണ്ടാത്തതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാതൃക ഏലസും ജ്യോത്സ്യവും ധ്യാന കേന്ദ്രങ്ങളും ആദൈവങ്ങളെയും കമ്പോളവൽക്കരിക്കുന്ന സമൂഹമാണ് ഇന്നിവിടെ വളർന്നു വരുന്നത്. അപ്പം നമ്മൾ കണ്ടു, പണ്ട് ഞാൻ മരിച്ച ഉടനെ അറിയാം, ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ബ്രീതിങ് എക്സസൈസ് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. ഇന്നിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഇവിടെ കേരളം നടക്കുന്നത് അതൊരു എന്താ പറയുക, ഒരു ആഘോഷം, ആനന്ദോത്സവം എന്നൊക്കെ പറഞ്ഞൊരു ആഘോഷം തന്നെയായിരുന്നു. പക്ഷേ അതിനൊക്കെ ആൾക്കാർ നമുക്കിപ്പോൾ ഈ ഹാളിൽ എണ്ണിയിട്ട് നമുക്ക് ആൾക്കാരെ എണ്ണിയെടുക്കാം. പക്ഷെ അവിടെയൊക്കെ ആലുവ, മണപ്പുറത്തോ പിന്നെ കൊല്ലത്തോ ഇവിടെയൊക്കെ ആക്കൂട്ടം ജനങ്ങൾ തിങ്ങിക്കൂടിയായിരുന്നു. അപ്പം നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ മൂല്യം എത്രത്തോളം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടെന്ന് നമ്മൾ നമ്മൾ ഫ്ലാഷ് ബാക്ക് ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ എന്താ പറയുക, സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, കുറ്റിപ്പുഴ, എല്ലാവരുടെയും കയ്യൊപ്പ് വാങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. പക്ഷെ ഇന്ന് ആ പ്രസ്ഥാനത്തിന് എത്രത്തോളം വളരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളാണ്. ഇത് യുക്തിയുഗം മാഗസിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ വെച്ച് തൃശ്ശൂരിൽ പവനൻ്റെ ഭാര്യയായിരുന്ന, എപ്പോഴും പരേതയാനായ പാർവതി ഭവൻ, ഇവർ പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ ആനന്ദോത്സവത്തിൽ, ശ്രീ രവിശങ്കറിൻ്റെ ആനന്ദോത്സവത്തിൽ പവനൻ ജീവിച്ചിരുന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഡിതം മനസ്സിലായി, ഞാനത് നിർത്തി. നിങ്ങൾക്കറിയാം, പവനൻ മരിച്ചത് അൾസൈമേഴ്സ് ഡിസീസ് വെച്ചാണ്. അൾസൈമേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെം മാത്രം, നമ്മൾ ഈ ഐസ് കഴിക്കുമ്പോൾ ഐസിൻ്റെ ഒരു കമ്പുണ്ടാവും ഈർക്കിൽ, അതിന് ചുറ്റും ഐസായിരിക്കും. നമ്മുടെ കോട്ടക്സ് എന്ന് പറയുന്നത് ഈ ഐസ് പോലെയാണ്. സ്റ്റെം എന്ന് പറയുന്ന മസ്തിഷ്ക കാണ്ഡം എന്ന് പറയുന്നത് ആ ഈക്കിൽ പോലെ എടുക്കുകയാണെങ്കിൽ മസ്തിഷ്ക കാണ്ഡം മാത്രം പ്രവർത്തന സക്രിയമായിരിക്കുകയും കോട്ടക്സ് ഇങ്ങനെ ദ്രവിച്ച് പോവുകയും ഓർമ്മകളും തിരിച്ചറിവുകളും അവലോകന ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു ലോകത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു പവനൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ മാർഗദർശനമായി കണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, സ്വന്തം ഭാര്യ, അദ്ദേഹം എന്തിനെയാണോ എതിർത്തിരുന്നത്, എന്തിനെയാണോ വിമർശിച്ചിരുന്നത്, ആ ഒരു ജീവിത രീതിയിലേക്ക് പരസ്യമായി തിരിയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ അൾസൈമേഴ്സ് ഡിസീസ് പവനന് ഒരു ആശ്വാസമായിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരുമേ സൃഷ്ടിച്ചതല്ലൊരു പുൽക്കൊടിയേയും സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടികർത്താവിനെ സൃഷ്ടിച്ചതാരെന്ന് ചൊന്നിടേണം. ആരംഭമില്ലിതിന് അവസാനവുമില്ല, അല്ലാത്ത വാദങ്ങൾ ഫോഷ്കു മാത്രം. ജൈവ പരിണാമ പ്രക്രിയയിലൂടവേ ജീവന്റെ അങ്കുരം ആദ്യമുണ്ടായി. ഇങ്ങനെ പണ്ട് മുതലേ ഉണ്ടാകുന്ന സങ്കല്പങ്ങളാണ്. ഇതിന്ന് തിരിഞ്ഞു ചിന്തിച്ചവരാണ് പലരും. പിന്നെ സാമൂഹ്യ ശ്രീബുദ്ധനാണെങ്കിലും സർവ്വ ചരാചരങ്ങളുടെയും ദുഃഖങ്ങളും കഷ്ടപ്പാടും വേദനം, മരണം, പട്ടിണി, ദാരിദ്ര്യം ഇതിനൊക്കെ പരിഹാരം തേടാനും ദൈവത്തെ അന്വേഷിച്ചു പോയ ആളാണ് അദ്ദേഹം. കിട്ടാവുന്ന മേഖലയിൽ എല്ലാ അറിവും നേടി അവസാനം ഘോര തപസ്സിൽ അനുഷ്ഠിച്ച് അദ്ദേഹത്തിന് വെളിപാടുണ്ടായതല്ല. ഇല്ലാത്ത ദൈവത്തിനെ തപ്പി നടന്നിട്ട് നിന്റെ ജീവിതം പാഴാക്കണ്ട, ഉള്ള ജീവിതം സാമൂഹ്യ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുന്നതാണ്. അങ്ങനെയാണ് ശ്രീബുദ്ധൻ പറഞ്ഞ സത്യം വദ ധർമ്മം ചര മനസ്സാ വാച കർമ്മണ ആരെയും ദ്രോഹിക്കാതിരിക്കുക. ശ്രീബുദ്ധൻ പറഞ്ഞതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ഇവിടെ നടത്തിയത്. അദ്ദേഹം ശ്രീനാരായണ ഗുരു ഏകദേശം ശ്രീബുദ്ധനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹവും വിവാഹം കഴിച്ചെന്നല്ലാതെ കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടാതെ വീട് വിട്ട് പോവുകയായിരുന്നു. അദ്ദേഹം അറിവ് നേടാവുന്നിടത്തിൽ നിന്നെല്ലാം അറിവ് നേടി അവസാനവും അദ്ദേഹത്തിനും തോന്നിയതാണ്
ഇല്ലാതെ അദ്ദേഹം കപട സന്യാസിയല്ല, വല്ല ആവശ്യമില്ലാത്ത മീശയൊക്കെ വളർത്തി രുദ്രാക്ഷമിട്ട്. ഇത് നിങ്ങൾക്ക് അത് അറിയാവുന്ന പോലെ സുമനൻ ചേട്ടൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ അശാസ്ത്രീയ പ്രവണതകൾക്കുമെതിരെ ഒരു വലിയ യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി രൂപത്തിൽ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നമ്മുടെ ശ്രീരാമൻ അദ്ദേഹം ഒരു വേറിട്ട വ്യക്തിത്വം എന്ന നിലയിൽ സുമനൻ സാറിനെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ ശരിക്കും ആ വ്യക്തിയുടെ സവിശേഷതകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെ ആയിരുന്നു അത്. അദ്ദേഹത്തിന് തന്നെ അഭിമാനം തോന്നാവുന്ന, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അദ്ദേഹത്തോട് ബഹുമാനം തോന്നിക്കുന്ന രീതിയിലാണ് ആ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഉൾഭയമാണ് അവർക്ക്. അവരുടെ കയ്യിലെല്ലാം മന്ത്രവാദച്ചാണ്ട് ഏലസും കാണാം. അത് ഉൾഭയത്തിന്റെ ലക്ഷണമാണ്, ഭയം. നമ്മൾ വിചാരിക്കും SP അല്ലേ വലിയ കേട്ടോ, കളക്ടർ അല്ലേ എന്നൊക്കെ വിചാരിക്കും. ഇന്ന് ആദ്യകാലങ്ങളിലൊക്കെ സിനിമാ നടന്മാരുടെ അവരുടെയൊക്കെ ആരെയും ഉള്ളായിരുന്നു ഏലസും, അവർ ഇവിടെയൊക്കെ പോകത്തുള്ളൂ, ചാത്തൻ സേവാ മഠത്തിലും ഒക്കെ പോകും. ഇപ്പൊ അതല്ല, ഉന്നത അവിടെ നിന്ന് വരുന്ന വ്യക്തികൾ പോലും, ഇങ്ങനത്തെ ശാസ്ത്രകാരന്മാർ പോലും അങ്ങനെയുണ്ട്. അവർക്ക് ശാസ്ത്ര അവബോധമില്ല. അതാണ് തേങ്ങ അടിച്ച് റോക്കറ്റ് വീഴുന്നത്. റോക്കറ്റ് അടിച്ച് വിട്ടിട്ടോ ബംഗാൾ ഉൾക്കടലിലൂടെ തലകുത്തി വീഴുക. കുട്ടനാട്ടിലെ വേഴപ്രയിലെ PK പത്മനാഭന്റെയും ഗൗരിയുടെയും മകൻ സുമനന് ഉത്പതിഷ്ണുത്വത്തിന്റെയും വിപ്ലവാഭിമുഖ്യത്തിന്റേതുമായ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. ഇദ്ദേഹത്തിന്റെ ബാല്യകാലസ്മൃതിയിൽ മായാത്ത രുധിരമുദ്ര ചാർത്തിയ പുന്നപ്ര വയലാർ സമരത്തിൽ തന്റെ ജ്യേഷ്ഠനും മളിയനും പ്രതികളായിരുന്നു. സ്ഥിതവ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും നീതിയുക്തമായ ഒരു സമൂഹത്തെ വിഭാവനം ചെയ്യാനുമുള്ള ബൌദ്ധികമായ ഉണർവ് വളരെ നേരത്തെ സുമനനിൽ രൂപപ്പെട്ടിരുന്നു എന്നർത്ഥം. മതവിമർശനം എല്ലാ സാമൂഹ്യ വിമർശനങ്ങളുടെയും താക്കോലാണെന്ന തിരിച്ചറിവ് ഇദ്ദേഹത്തെ യുക്തിവാദ പ്രസ്ഥാനത്തിൽ എത്തിച്ചു. കേരള യുക്തിവാദി സംഘത്തിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വം 73-ാം വയസ്സിലും ഇദ്ദേഹം വഹിക്കുന്നു. എനിക്ക് പാരമ്പര്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളെ കുട്ടനാട്ടിലെ കുടുംബത്തിലെ പുന്നപ്ര വയലാർ വെടിവെപ്പ് നടക്കുന്നതിന് 4 ദിവസം മുമ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ ജന്മി ഗുണ്ടയായ പുലിമുഖത്ത് തുപ്പായിയെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ കുത്തിക്കൊന്നത്. അവർ ജയിലിൽ കിടന്നും സ്വന്തം രക്തം തുണിയെ പുരട്ടി ഈറക്കമ്പെ കെട്ടിവെട്ടിക്കൊണ്ട് ഓട് പൊളിക്കും ജയിലിന്റെ മുകളിലെ പുന്നപ്ര വയലാർ ദിനം ആചരിച്ചു. ഞങ്ങളെ ആർക്കും കീഴടങ്ങാത്ത ഒരു കുടുംബമായിരുന്നു. അത്ര ശക്തന്മാരും സാഹസ്യന്മാരും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണ് ഞാൻ. ആ തന്റെ ഇടമായിരിക്കും എനിക്കുള്ളത്. ഇവരോടൊക്കെ 100-100 പേരൊക്കെയാണ് ഇതിന്റെ വാതിക്കെ വന്ന് കല്ലേറും ബഹളവും തെറിവിളി. ഞാൻ ഒന്നും അനങ്ങിട്ടില്ല, എങ്ങും പേടിച്ചോട്ട്. അവരെല്ലാം നിയമപരമായിട്ട് തന്നെ ഞാൻ പിടിച്ചിറക്കിയിട്ടുള്ളൂ. ജാതി വിരുദ്ധവും മതേതരവുമായ ഒരു കേരള സമൂഹം സുമനന്റെ ആദർശമാണ്. ഒരിക്കൽ കള്ളക്കർക്കടകമായിരുന്ന കർക്കടക മാസത്തെ രാമായണ മാസമാക്കുന്ന മതാത്മകതയ്ക്കെതിരെ മതേതര കർക്കിടക മാസത്തിന്റെ സ്വന്തം പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഇദ്ദേഹം. വാർദ്ധക്യത്തോട് ഉദാസീനമാവുന്ന സമൂഹ മനസ്സിലേക്ക് ആത്മവിമർശനത്തിന്റെ പ്രായോഗിക യുക്തി സന്നിവേശിപ്പിക്കുകയാണ് ഇതിലൂടെ. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ആദർശപരമായ ഒരു വിട്ടുവീഴ്ചയും സുമനൻ സ്വയം അനുവദിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കർക്കിടമാസ ചായ സൽക്കാരം. ഇതിന് കർക്കിടകമാസ മതേതര ചായ സൽക്കാരം എന്ന് പേരിട്ടിരിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കാൻ ശ്രീരാമന്റെ പേരിലോ മറ്റ് ആരുടെയും പേരിൽ നടത്തുന്നതല്ല. ഞാൻ നടത്തുന്ന അത് മറ്റുള്ളവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ നടത്തുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് വൃദ്ധജനങ്ങളെ ആദരിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക എന്ന സന്ദേശം പരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ മതവുമായിട്ടൊരു ബന്ധമില്ല. അതിനു വേണ്ടിയിട്ടാണ് മതേതര ചായ സൽക്കാരം എന്ന പേരിട്ടിരിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടവർക്ക് കഴിക്കാം, പക്ഷെ മരിച്ചവർക്ക് മാത്രം കൊടുക്കരുതെന്ന് മനേരോട് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ വിവാഹമൊക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് യാതൊരു മതപരമായ ചടങ്ങോ കൊട്ടും കൊരവയോ താലിയോ വട്ടം ചുറ്റലോ ഒന്നുമില്ലാത്ത രീതിയിലായിരുന്നു. വീട്ടുകാർക്ക് സമ്മതിച്ചു. സമ്മതിച്ചു. അവർക്കെല്ലാം താല്പര്യമാണ്.
പക്ഷേ ഈ ഇമ്മാതി എൻ്റെ ഈ സാമൂഹ്യ പോരാട്ടത്തിൽ പുള്ളിക്കാരിക്ക് ഭയം കൊണ്ട് എന്നോട് നീക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരു താല്പര്യമില്ല. ഭയം കൊണ്ടാണ്. ഭയം കൊണ്ടാണല്ല, അല്ലെങ്കിലും താല്പര്യമില്ല. വീട്ടിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ യാതൊന്നും അന്വേഷിക്കുക. പിന്നെ ഇത് മാത്രം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇത് രണ്ടും നടക്കുക. ഒരെണ്ണം മാത്രം ഇങ്ങനെ നടക്കും. അനീതി എവിടെ കണ്ടാലും സ്ഥലകാല ഭേദമന്യേ സമുദായമോ മറ്റൊന്നും നോക്കാതെ ഏത് കാര്യത്തിനും അനീതി കണ്ടിയാൽ പുള്ളി പ്രതികരിക്കും. അല്ലാതെ മറ്റു വിധത്തിലുള്ള ഒരു ദോഷക്കാരനായിട്ട് എനിക്ക് പതഞ്ഞൊഴുകിക്കൊണ്ടിരുന്നൊരു വ്യക്തി ഭാര്യയ്ക്ക് ഭയം കാരണമാണ് തൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ താല്പര്യമില്ലാത്തതെന്ന് അദ്ദേഹം പറയുമ്പോൾ അവർ പറയുന്നത് ഭയം അല്ലെങ്കിലും താല്പര്യമില്ല, തീരെ താല്പര്യമില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മാത്രം നടന്നുകൊണ്ട് പോകുന്നു, അതുകൊണ്ട് ഒരു രീതിയിലും താല്പര്യമില്ല. വളരെ വസ്ത്രധാരണമൊക്കെ ചെയ്ത് വളരെ ഇതായിട്ട് വന്നിരുന്ന് പറയുകയാണ്. ഇവിടെ ഒന്ന് ആലോചിക്കുക, ഈ ഒരു വീഡിയോ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു വകതിരിവ്, അതിനെ ആദ്യം നമ്മൾ സാഷ്ടാംഗം നമിക്കണം. സത്യത്തിൽ ഒരുപക്ഷെ നമ്മളെ വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരെ കുറിച്ച് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചൊക്കെ വളരെ മോശമായി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഇത്തരം അസഹ്യമായിട്ടുള്ള സത്യങ്ങളാവാം, ഒരുപക്ഷെ വസ്തുതകളാവാം, അതൊഴിവാക്കി പൊതുജന സമക്ഷം വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ അതുപോലെ ഇവിടെ സംഭവിച്ചില്ല. ഒരുപക്ഷെ ഇത് എത്ര വലിയ അപമാനമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ. അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അദ്ദേഹം എന്തോ ഒക്കെ ചെയ്തു എന്ന് വരുമ്പോൾ ഭാര്യ കയറിയിരുന്നു പറയുകയാണ് ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ. ഒരുപക്ഷെ പവനൻ്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിരുന്നു എന്നാണ് പല അനുഭവസ്ഥരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. വഴക്കുകളും പ്രശ്നങ്ങളും, ഭർത്താവ് യുക്തിവാദം ഭാര്യയ്ക്കൊട്ടും സ്വീകാര്യമല്ല, ഒരുപാട് കാരണങ്ങൾ അതിനായിട്ട് പറയുന്നുണ്ട്. വെളിച്ചപ്പാടിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ വെളിച്ചപ്പാട് ഈ വാളും ചിലമ്പുമൊക്കെ ആയിട്ട് നടക്കുന്നത്, എന്നിട്ട് പോലും ഭാര്യയ്ക്ക് വെളിച്ചപ്പാടിനെ ഒരു വകയല്ല, വീട്ടിനുള്ളിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. ഇത് യുക്തിവാദത്തിൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഗാന്ധിയനോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിവാദിക്കോ അല്ലെങ്കിൽ ഈവൻ ഒരു മദ്യ വിരുദ്ധ പ്രവർത്തകനോ നേരിടാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ഏതാണ്ട് നല്ലൊരു ശതമാനം യുക്തിവാദികളും അവരുടെ വീട്ടിൽ നേരിടുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ പറഞ്ഞ് നിൽക്കാൻ എളുപ്പമാണ്. ഇറ്റ്സ് ഓൺലി ആൻ ഇൻട്രോസ്പെക്ഷൻ, കൈയടികളുടെ ആവശ്യമില്ല. ആരാണ് ഒരു അവിശ്വാസിയുടെ, ഒരു നാസ്തികന്റെ ഭാര്യയായി വരാൻ പോകുന്നത്? നിങ്ങളൊരു മതാധിഷ്ഠിത സമൂഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, പരമ്പരാഗത ജീവിതശൈലി പിന്തുടരുന്ന പെൺകുട്ടിയായാലും ആധുനിക ജീവിതശൈലി പിന്തുടരുന്ന പെൺകുട്ടിയായാലും അവൾ ഒരു മത ഉൽപ്പന്നമായിരിക്കും. ഇറ്റ്സ് എ റിലീജിയസ് പ്രോഡക്റ്റ് ആക്ച്വലി. ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ എന്തൊക്കെ സംഭവിക്കണം? വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? നോക്കുക, നാസ്തികത എന്ന് പറയുന്നത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സത്യത്തിന്റെ മറ്റൊരു പദമാണ്, മറ്റൊരു വിശേഷണമാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ സൺ. സൂര്യനെ പോലെയാണത്. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് അസൽ പ്രകാശമാണ്, അത് വ്യാജമല്ല. സൂര്യൻ ശരിക്കും പ്രകാശിക്കുകയാണ്. പക്ഷെ വെയിലത്തിറങ്ങി നിൽക്കാനോ സൂര്യന്റെ പ്രകാശം നേരിടാനോ സത്യത്തെ നേരിടാൻ എന്ന പോലെ എല്ലാവർക്കും ഭയമാണ്. വളരെ റിലന്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതേസമയം ചാന്ദ്രപ്രകാശം രാത്രിയിൽ പലപ്പോഴും നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. നിലാവ് കാണുമ്പോൾ കവികൾക്ക് കവിത ഇളകും എന്നാണ് നമ്മൾ പറയുക. പക്ഷെ സൂര്യപ്രകാശത്തെക്കുറിച്ച് ആരും അങ്ങനെ പറയുന്നില്ല. പക്ഷെ സൂര്യപ്രകാശം അസലാണ്. ഇറ്റ്സ് എ ജെന്യുവിൻ ലൈറ്റ്. ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് വ്യാജമാണ്, അതൊരു പ്രതിഫലന പ്രകാശം മാത്രമാണ്. ഇറ്റ്സ് എ ഫോൾസ് ലൈറ്റ്. ബട്ട് പീപ്പിൾ ലൈക്ക് ദിസ് ഫോൾസ് ലൈറ്റ് rather than this genuine light. ഇതൊരു വലിയ വിഷയമാണ്.
ഒരു ഘടകത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ്. അരമന മുതൽ അങ്ങാടി വരെ അവർ സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അവിടെ ഉണ്ടാകാറില്ല. ഒരു പള്ളി പ്രസംഗത്തിലോ അല്ലെങ്കിൽ ചന്തയിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിലോ ഒരു പ്രതിപക്ഷം, ഒരു അദൃശ്യമായ പ്രതിപക്ഷത്തിന്, ഒരു അദൃശ്യമായ എതിർപ്പിനെ കുറിച്ചുള്ള സൂചനകളുണ്ടാവും. കുറെ പേരുണ്ട് ഇതൊന്നും അംഗീകരിക്കാത്ത. ആരാണവർ? ഒന്നും കാണുന്നില്ലല്ലോ. ക്രിസ്ത്യൻ റെസിഡൻഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ രാവിലെ ഹെഡ് മാസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ പ്രസംഗം നടക്കുമ്പോൾ എഴുന്നേറ്റ് എന്ന് പറയുന്ന കുറെ പേരുണ്ട് ഇങ്ങനെ ഇതിലൊന്നും വിശ്വസിക്കാത്തവർ, ഇതൊന്നും അംഗീകരിക്കാത്തവർ. അന്നേരം കുട്ടികൾ ചോദിക്കും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? എവിടെയവർ? അപ്പൊ സംഗതി വളരെ വ്യക്തമാണ്. ദേ ആർ ഇൻവിസിബിൾ. അവർ അദൃശ്യരാണ്. അന്തരീക്ഷ വായു പോലെ അദൃശ്യരാണ്. അന്തരീക്ഷ വായു എല്ലായിടത്തും ഉണ്ട്. നാസ്തികതയെ സംബന്ധിച്ചിടത്തോളം മതാധിഷ്ഠിത സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അദൃശ്യതയുടെ പ്രശ്നം ഉദിക്കുന്നുണ്ട്. യു ആർ എവരിവെയർ ബട്ട് യു ആർ നോട്ട് സീൻ, യു ആർ നോട്ട് വിസിബിൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് വിസിബിൾ അല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കാണാൻ മറ്റുള്ളവർ വിസമ്മതിക്കുന്നു എന്നാണ് അതിന് ഉത്തരം. നിങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളെ കാണാൻ കൂടി മറ്റുള്ളവർ സമ്മതിക്കണം. റാൽഫ് വാൾഡോ എലിസൺ, ഇദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തനായ ഒരു നീഗ്രോ നോവലിസ്റ്റാണ്. നീഗ്രോ എന്നുള്ള പദം പോലും ഇന്ന് അമേരിക്കയിലോ ലോകത്തെങ്ങോ നമ്മൾ ഉച്ചരിക്കുന്നില്ല, ഉച്ചരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള നമ്മുടെ മാനവിക ബോധവും സാമൂഹ്യ ധാരണകൾ മാറിയിട്ടുണ്ട്, മനുഷ്യനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായ എഴുത്തുകാരനായിട്ടാണ് ഇന്നും നമ്മൾ പൊതുമാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം ഒരു കറുത്തവനാണ്. അമേരിക്കയിലെ കറുത്തവനൻ അനുഭവിച്ചിരുന്ന വ്യഥകളും ദുഃഖങ്ങളും ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ വളരെ സമഗ്രമായി വർണ്ണിക്കുന്ന ഒരു നോവലാണ് ഇൻവിസിബിൾ മാൻ. അതിലെ ഹീറോ ഒരു വലിയ കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ, അതല്ലെങ്കിൽ അതിന്റെ അടിയിലെ നിലയിൽ അണ്ടർഗ്രൗണ്ട് സെല്ലറിൽ ഇരിക്കുകയാണ്. പബ്ലിക് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകുന്ന ലൈൻസിൽ നിന്ന് അദ്ദേഹം ഇലക്ട്രിസിറ്റി മോഷ്ടിച്ച് ഈ മുറിയിൽ എത്തിച്ചിട്ട് ഏതാണ്ട് 1300 പരം ബൾബുകൾ കൊണ്ടുവന്ന് ഈ മുറിയിൽ അണിനിരത്തിയിട്ട് അതെല്ലാം കത്തിക്കുകയാണ്. ഈ 1300 പരം ലൈറ്റുകൾ കത്തിച്ചിട്ട് ഈ കറുത്ത മനുഷ്യൻ പറയുന്നു, നോക്കൂ, ഒരുപാട് പ്രകാശമുണ്ട്, എന്നെ ഇപ്പോൾ കാണാം, എന്നെ കാണാൻ പറ്റുന്നില്ലേ എന്ന് അയാൾ സ്വയം ചോദിക്കുകയാണ്. കറുത്തവർക്ക് അമേരിക്കയിൽ അവർക്ക് ജനസംഖ്യയിൽ തന്നെ ഏതാണ്ട് 10-15% പക്ഷെ അവർ ഇൻവിസിബിൾ ആണ്. അവരെ കാണാൻ കഴിയാത്ത അവസ്ഥ. എന്തുകൊണ്ട്? അവരെ കാണാൻ ഭൂരിപക്ഷം വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയിലെ ഗേയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിയമം. സ്വർഗാനുരാഗികളുടെ അമേരിക്കയുടെ നില എന്ന് പറയുന്നത് കറുത്തവരെക്കാൾ കഷ്ടത്തിലായിരുന്നു. ഇന്നത് ഒരുപാട് മാറിയിട്ടുണ്ട്. അവർ പരസ്യമായിട്ട് പ്രകടനം നടത്തുന്നുണ്ട്. അവരവരുടെ ആവശ്യങ്ങളും അവരുടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ദേ ആർ വിസിബിൾ, ദേ ആർ വിസിബിൾ, ദേ ആർ നോ മോർ ഇൻവിസിബിൾ. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ, ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഈ മുറുകൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവ് പല കാര്യങ്ങളും ചെയ്യുന്നെങ്കിലും സമൂഹത്തിൽ അവനെ കാണാനില്ല എന്ന് ഭാര്യ ചിന്തിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായും ഭാര്യ ചോദ്യങ്ങൾ ചോദിക്കും. ഇത് രണ്ടു തരത്തിൽ ഇൻവിസിബിൾ ആണ്. അത് മാറ്റാനാണ് നമ്മൾ പോകുന്നത്. ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല. ഈ അദൃശ്യത മാറ്റാനായിട്ടുള്ള ഒരു ശ്രമത്തിനായി സമൂഹത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും സമയം ഇതിനായി മാറ്റിവെക്കുന്ന ഭർത്താവ് വളരെ പൂർ റിസൾട്ടാണ് കൊണ്ടുവരുന്നതെന്ന് ഭാര്യ ചിന്തിക്കുന്നു. കാരണം യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഈ അദൃശ്യത മറികടക്കാനായി നടത്തുന്ന ഓരോ ശ്രമങ്ങളും കൂടുതൽ സംഘർഷങ്ങൾ ഫ്രം വിതിൻ, വീടിനുള്ളിൽ നിന്നുണ്ടാവുകയാണ്. പക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. യു ആർ സ്റ്റിൽ ദെയർ.
പല പല കാരണങ്ങൾ ഇതിന് പറയാം. ഇപ്പോൾ സുമനൻ സാറിൻ്റെ വൈഫോ അല്ലെങ്കിൽ പവനൻ സാറിൻ്റെ വൈഫോ, ഇവൻ ഏത് വലിയ യുക്തിവാദി നേതാവിൻ്റെ ഭാര്യ എടുത്താലും നമ്മൾ ഈ പറയുന്ന അത്ര ആവേശകരമായിട്ടുള്ള ഒരു നിലപാട് അവിടെ കാണാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ 3-4 കൊല്ലമായിട്ടുള്ളൂ ഇവരെയൊക്കെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മറിച്ച് വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയായിരിക്കും ഇതിന് കാരണം? നമുക്ക് പറയാം, സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. അവരുടെ വളരെ ചെറിയ ലോകത്തിൽ അവർ സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കൾ, അവരുടെ സാധ്യതകൾ, അവരുടെ പഠനം, അവരുടെ ജോലി, അങ്ങനെയുള്ളൊരു ചെറിയ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന വ്യക്തികളാണ് എന്നൊരു കാരണമായിട്ട് നമുക്ക് പറയാം. സമൂഹത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല, സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടെന്ന് അവർക്ക് ആഗ്രഹവുമില്ല എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താവുന്ന കാരണങ്ങളാണ്. അതൊരു കാരണം. സാമൂഹ്യ പ്രതിബദ്ധതയില്ല, ദേ ഹാവ് നോ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അവർ പത്രം വായിക്കില്ല, ലോകത്ത് നടക്കുന്ന എന്തെന്ന് അവർക്കറിയില്ല, അവർക്കെല്ലാം വേണം, ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല, സ്വന്തം സുഖം മാത്രം. ഇതൊരു കാരണമായിട്ട് പറയുന്നു എന്നിരിക്കട്ടെ. ഇനി മറ്റൊന്ന്, സ്ത്രീകൾ ഒരിക്കലും അല്ലെങ്കിൽ ഭാര്യമാര് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർക്ക് ചാഞ്ഞോ ചരിഞ്ഞോ നിൽക്കണം. ഇപ്പൊ റുക്സാന മുമ്പ് പറഞ്ഞോണം, കല്യാണം കഴിഞ്ഞാലെല്ലാം ഭർത്താവ് നോക്കിക്കൊള്ളുമല്ലോ എന്ന് കരുതി റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞകളെ കുറിച്ച് റുക്സാന പറഞ്ഞു. അപ്പോ ചായാനൊരിടം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് പലപ്പോഴും ഭർത്താവ്. ആ ഭർത്താവ് നമ്മൾ ചാഞ്ഞു ചെല്ലുമ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഷോക്ക്, ഇതൊരു കാരണമായിട്ട് പറഞ്ഞു വെക്കാം. പിന്നെ പപ്പറ്റ്സ് ഓഫ് പോപ്പുലിസം, ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു. കാരണം നിങ്ങൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വവും സ്വന്തമായൊരു ചിന്താ രീതിയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെല്ലാം തന്നെ മറ്റുള്ളവരുടെ ചിന്തകളായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരുണ്ടാക്കുന്ന ധാന്യങ്ങൾ വെച്ചുള്ള ആഹാരം കഴിക്കുന്നു, മറ്റുള്ളവരുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, മറ്റുള്ളവരുണ്ടാക്കുന്ന വീട്ടിൽ വസിക്കുന്നു, മറ്റുള്ളവരുടെ ചിന്തകളും നിങ്ങൾ വാരി ഭക്ഷിക്കുന്നു. നിങ്ങളൊന്നുമല്ലാതെ അടയാളപ്പെടുത്താൻ യാതൊരു താല്പര്യമില്ലാത്ത ഒരു വർഗമായി മാറുന്നു. അതും ഒരു കാരണമായിട്ട് പറയാം. നമ്മളെ ചാന്നാർ എഫക്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര ലോകത്തിൽ പറഞ്ഞിരുന്നു. ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനോടനുബന്ധിച്ച് അവർ നടത്തിയ സമരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആദ്യമായി 4 ചാന്നാർ യുവതികൾ മാറുമറച്ചുകൊണ്ട് പരസ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴോ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ തന്നെ അവരെ പുറകെ നടന്ന് കളിയാക്കി എന്ന് പറഞ്ഞിട്ട് കളിയാക്കി അവസാനം ഇവരാദ്യമൊക്കെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് മാറുമറക്കേണ്ടതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ഘട്ടമായപ്പോൾ ഇവരുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആദ്യമായി മാറുമറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട 4 യുവതികളും അവരുടെ വസ്ത്രം ഉരിഞ്ഞെറിഞ്ഞുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ നല്ല കൺവിക്ഷൻ ഉണ്ടായിട്ടും നല്ല ബോധ്യം ഉണ്ടായിട്ടും ചെയ്ത ഒരു കാര്യം ഈ പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ ഈ അഭിപ്രായ സമ്മർദ്ദം കാരണം അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഹോജ എഫക്റ്റ്. ഞാനതും പറഞ്ഞിട്ടുള്ളതാണ്. നസ്രുദ്ദീൻ ഹോജയുടെ ഒരു കഥ. അദ്ദേഹം ഒരു ദിവസം മൈതാനത്ത് കിടന്നുറങ്ങവേ കുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്ന് ശല്യപ്പെടുത്തി താടിയിലും മുടിയിലും സഞ്ചിയിലും ഒക്കെ പിടിച്ച് വലിച്ചു. അദ്ദേഹം അവരെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു, നിങ്ങൾ കൊട്ടാരത്തിലോട്ട് ചെല്ലും, അവിടെ നല്ല ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികൾ ഇതെല്ലാം കണ്ട് കൊട്ടാരത്തിലേക്ക് വെച്ച് ഓടി. കുറെ കഴിഞ്ഞപ്പോൾ ഹോജ കാണുന്നു, ആ നാട് മുഴുവൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഹോജ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, അവിടെ നല്ല ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ് അദ്ദേഹം വന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണാം വീണ്ടും ആളുകൾ ഇങ്ങനെ ഭയങ്കര ബഹളമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹം ചിരിച്ചു, ഇവന്മാരെന്ത് മണ്ടന്മാരാണ് എന്ന് അദ്ദേഹം മനസ്സിലാലോചിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒന്നാലോചിച്ചടാ, ഇത് ഞാൻ പറഞ്ഞ ഒരു നുണയാണെങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ പോകുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും കാണും, എന്നാൽ ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹവും ഇറങ്ങിപ്പോയതായിട്ടൊരു കഥയുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ ചാന്നാർ എഫക്റ്റും ഹോജ എഫക്റ്റും എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഏതൊരു സമൂഹ ജീവിയിലും പ്രവർത്തിക്കുന്നത്. ഒരു സ്ത്രീ അവളുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അവളുടെ സ്റ്റാഫ് റൂമിലേക്കോ അല്ലെ അവളുടെ ജോലി സ്ഥലത്തേക്കോ അയൽപക്കത്തേക്കോ പോകുമ്പോൾ അവൾ പൊതുജന അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് അവളുടെ കൂട്ടുകാരികൾ, അയൽക്കാർ, സഹപ്രവർത്തകർ, ഇവരുടെ അഭിപ്രായത്തിൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായം ഒരിക്കലും ഒരു അവിശ്വാസിയുടെ ജീവിത തലവുമായി ചേർന്ന് പോകുന്നതല്ല എന്ന് മാത്രമല്ല, അതിനെ പരിഹസിക്കുന്നതിനും
പരിഹസിക്കുന്നതും അതിനെ വിലക്കുന്നതും വിമർശിക്കുന്നതുമായിട്ടുള്ള ഒരു തലവുമായിട്ടാണ് അവൾ എന്നും പരിചയപ്പെടുന്നത്. സ്വാഭാവികമായി ഒരു അവിശ്വാസിയുടെ ഭാര്യ ഓഫീസിൽ പോയിട്ട് വന്നാൽ തിരിച്ചു വന്നാൽ ചിന്തിക്കുന്നത് പലപ്പോഴും നിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്, വേറെ പണിയൊന്നുമില്ലേ അയാൾക്ക് എന്നുള്ള ഒരു വാചകമായിരിക്കും കൂടുതലും കേൾക്കുക. അതേസമയം ഒരു ജ്യോതിഷിയുടെ ഭാര്യയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളോട് പറയുന്നത് ഭർത്താവിനോട് ഒന്ന് ചോദിക്കാമോ, ഞാൻ നാളെ വൈകിട്ട് അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ എപ്പോഴാണ് സമയം കിട്ടുക. അപ്പോൾ സ്വന്തം ഭർത്താവ് സഹപ്രവർത്തകരാലും കൂട്ടുകാരാലും താലോലിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനകത്തെ ശരിതെറ്റുകൾ സ്വാഭാവികമായി സാധാരണ നിലയിൽ ഒരു ഭാര്യയ്ക്ക് അവർക്കതൊരു ബാധകമായ കാര്യമല്ല. ഒരു വിചാരിക്കും എൻ്റെ ഭർത്താവ് ഒരു സംഭവമാണ്. ഇതിൻ്റെ 10 ഇരട്ടി ഹോംവർക്കും ചെയ്ത് നിങ്ങൾ പഠിച്ചു സയൻസും കാൾ സാഗന്റെ ഒക്കെ നിലവാരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് എന്ന് ഇതൊന്നും വിറ്റുപോകത്തില്ല. അപ്പോൾ വിറ്റുപോകാത്ത ഭർത്താവ് സ്വാഭാവികമായും പുറത്തു വിൽക്കാത്ത ഒന്ന് അകത്തും വിൽക്കില്ല. ഇതൊരു യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ്. പക്ഷേ ഇത് വണ്ടർഫുള്ളി ഇറ്റ് ഈസ് വർക്കിംഗ്. സാഡ്ലി ഐ സേ ഇൻ ദ കേസ് ഓഫ് ദിസ് നോൺ ബിലീവേഴ്സ്. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞ ലാക്ക് ഓഫ് സോഷ്യൽ സീരിയസ് കമ്മിറ്റ്മെന്റ്. അതൊക്കെ നമുക്ക് ആരോപിക്കാം. സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് എന്നുള്ളതിന് ഒരുപാട് സാമൂഹികപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അല്ലാതെ അവർ മോശക്കാരായതുകൊണ്ടോ പുരുഷന്മാരെല്ലാം അങ്ങ് മിടുക്കന്മാരായതുകൊണ്ടോ ഒന്നും അല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇനി മറ്റൊന്ന് ലുക്രേറ്റീവ് അല്ല, റെമ്യൂണറേറ്റീവ് അല്ല, പോപ്പുലർ അപ്രൂവൽ ഇല്ല, ഹസ്ബൻഡിനെ എല്ലാവരും പരിഹസിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഭാര്യയും മെയിൻ സ്ട്രീമിലേക്ക് ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ആദ്യം നല്ല വാക്ക് പറയുക, പിന്നെ വിമർശിക്കുക, പിന്നെ വഴക്കായി, പിന്നെ പുറത്തുനിന്നുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരിക. 2 കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഭാര്യ ഒരു വിശ്വാസിയാണെങ്കിൽ, വിശ്വാസി ആണോന്നുമില്ല, ഒരു യുക്തിവാദിനി തന്നെ ആയിക്കോട്ടെ. പലപ്പോഴും ഈ യുക്തിവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഈ അടുത്തിടെ പോയി നിർമുക്ത ഡിബേറ്റിനിടയിൽ ഹോമിയോപ്പതിയെക്കുറിച്ച് ഒരു സംവാദം നടന്നപ്പോൾ ഒരു സ്ത്രീ, ഞാൻ പേര് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, അവര് വളരെ വാചാലമായി വളരെ വൈകാരികമായി ചാടി വീണുകൊണ്ട് പറയുകയാണ്, ഹോമിയോപ്പതി എന്നിൽ ഫലിച്ചിരിക്കുന്നു, എനിക്കതുകൊണ്ട് പ്രയോജനമുണ്ട്, അത് എൻ്റെ വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വാസ ചികിത്സ അല്ല. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഒരു യുക്തിവാദിയായ ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ പാറ്റേൺ സീക്കിങ്, സ്റ്റോറി ടെല്ലിങ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ വിശ്വാസികളുടെ ഏതോ ഒരു തലച്ചുമടാണ് എന്ന് കരുതുന്നതിൽ ശരിയില്ല. പലപ്പോഴും നമ്മളുടെ അവസ്ഥകൾക്ക് നമ്മളൊരു ലോജിക്ക് കണ്ടെത്താം, യുക്തിസഹം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കാരണം കണ്ടെത്തുന്ന നമ്മുടെ ഒരു സ്വഭാവമുണ്ട്. എ ഫാൾസ് ലോജിക് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നോ ലോജിക്. പല ആൾക്കാരും കരുതുന്നുണ്ട്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് മൈ സ്റ്റാർസ്, മൈ കാസ്റ്റ്, മൈ പ്ലേസ്, മൈ കൊളീഗ്സ്, മൈ പെന്യൂരിയസ് പേരൻസ് or rationalism of my husband, that's why I'm living like this. എൻ്റെ ജാതി ഇതായിപ്പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പണം ഉണ്ടായിട്ടില്ല, അതാണ് ഞാൻ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുന്നത്. നിങ്ങളുടെ അണ്ടർ പെർഫോമൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദർശനത്തിലുള്ള മികവില്ലായ്മ, പരാജയങ്ങൾ, അതിനൊരു കാരണം കണ്ടെത്തി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഓരോരുത്തരും ഓരോ കാരണം കണ്ടെത്തും. ഇത്തരം കാരണങ്ങളില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇത്തരം ഇല്ലാത്തടത്ത് കാരണങ്ങൾ ഉണ്ടാക്കും. ചിലർ പറയും എൻ്റെ ജാതകം മോശമായതുകൊണ്ടാണ്, ഞാൻ എത്രയൊക്കെ ചെയ്താലും എനിക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ പറയും ഞാൻ ശരിക്കും വർക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ സഹപ്രവർത്തകരെല്ലാം എന്നോട് വലിയ അസൂയാലുക്കളാണ്, അവരെല്ലാം പാരകളാണ്, എനിക്ക് പണിയാണ്, ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും തോന്നുന്നില്ല. ഇങ്ങനെ കാരണങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ നിസ്സാരമായി കണ്ടെത്താവുന്ന ഒരു കാര്യമാണ് ഈ കുടുംബത്തിന് ഗതി ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം ഈ ഭർത്താവിൻ്റെ ഈ വെളിച്ചപ്പാടാണ്. ഈ വെളിച്ചപ്പാടെന്ന് ഞാൻ ഉദ്ദേശിച്ച് അത് യുക്തിവാദമാകാം, അത് ഗാന്ധിസമാകാം, അത് പരിസ്ഥിതിവാദമാകാം, അത് മദ്യവിരുദ്ധ പ്രവർത്തനമാകാം, അത് എന്ത് പ്രവർത്തനമാകാം. കാര്യം പുറത്ത് വിറ്റുപോകാത്ത ഒരു സാധനം ഭർത്താവ് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് വീട്ടിൽ പ്രശ്നം എന്ന് ഭാര്യ ചിന്തിക്കുന്നു. ഇത് ഒരു കാരണമാണ്. അതാണ് ദേ ആർ തിങ്കിങ് ഹോൺസ്. ഞാനതൊരു തമാശയായിട്ടാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഇതാണ് കാരണം.
ഇതാണ് കാരണം. ന്യൂട്ടന്റെ നിയമമാണിത്. ന്യൂട്ടൻ പറഞ്ഞത് എന്താണ്? ചലനം എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ പുറത്തുനിന്നാണ്. ദ്രവ്യവാഹ്യമാണ് ചലനം. തട്ടുകയാണ്, തട്ടിക്കളി, ആരും തട്ടി വിട്ടു എന്നാണ് പറയുന്നത്. എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്നത് ചലനം ദ്രവ്യത്തിന്റെ ആന്തരികമാണ്. സോഡിയം എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സോഡിയത്തോട് പോടാ എന്ന് പറഞ്ഞ് ആരും തട്ടിവിടുകയല്ല. സോഡിയത്തിന്റെ ഇലക്ട്രോൺ നില, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ അവസ്ഥയാണ് അതിനെ വെള്ളത്തിൽ ഇത്ര സക്രിയമാക്കുന്നത്. ആന്തരികമാണ്, അകത്തുനിന്ന് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ കാരണങ്ങൾ ഉള്ളിലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ധാരണ ഇല്ലെങ്കിൽ കാരണങ്ങൾ പുറത്ത് കണ്ടെത്തും. ഇതാണൊരു വിഷയം. ഇനി മറ്റൊന്നുള്ളതാണ് ദ പ്രോബ്ലം ഓഫ് ടൈം ആൻഡ് സ്പേസ്. ഇത് കണ്ടിട്ട് ഇപ്പോൾ അഷ്റഫിനെ പോലുള്ളവർ വിചാരിക്കും ഇതിപ്പോ രവിചന്ദ്രൻ സാർ എന്തോ ക്വാണ്ടം ഫിസിക്സ് വല്ലതും പറയുകയാണ്. ഞാനതല്ല പറയുന്നത്. ദ ടൈം ആൻഡ് സ്പേസ് മീൻസ് ഭർത്താവിന്റെ സമയത്തിന്റെ മേളിൽ ഭാര്യയ്ക്ക് ഉണ്ട് എന്ന് കരുതുന്ന അവകാശം. ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടാവണം, കൂടുതൽ സമയവും. മറ്റൊന്ന് സ്പേസ്, ഭർത്താവിന്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ള ഒരു സ്ഥലം, എത്രമാത്രം സ്ഥാനമുണ്ട്. ഇതിനെക്കുറിച്ച് എപ്പോഴും മിക്കവാറും ഭാര്യമാര് തിരിച്ചും വളരെ കൺസേൺഡ് ആണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി യുക്തിവാദമല്ല, ഇപ്പോ അംബാനിയുടെ കാര്യത്തിലാണേലും ഈ ക്വസ്റ്റ്യൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് വരുന്നുണ്ട്. എത്രമാത്രം സമയം എന്നോടൊപ്പം ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൂടുതൽ സമയം ഭാര്യമാരോടൊപ്പം ചിലവഴിക്കുന്ന ഭർത്താക്കന്മാർ താരതമ്യേന നല്ല വിവാഹ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറിയൊരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം, മാർജിൻ ഓഫ് ഇറർ ഉണ്ടാകാം. പക്ഷേ ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്രൂത്ത് ടു സീ. അവരുടെ സമയം അവർക്ക് അർഹതപ്പെട്ട സമയം എന്ന് കരുതുന്ന സമയം നിങ്ങൾ കൊടുക്കുന്നില്ല. ഇയാള് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഇയാള് രാത്രിയിൽ മുഴുവൻ ഇതാണ്, ഇയാള് പോകുന്നിടത്തും വരുന്നിടത്തും അല്ല ഇതാണ്. ഇപ്പോൾ പറയുന്ന ഓരോരോ സാധനങ്ങൾ പറയുമല്ലോ, നമുക്ക് നോർമലായിട്ട് പലരും നിങ്ങൾ പരിചയപ്പെട്ടുണ്ടാവും. ലാപ്ടോപ്പുമായിട്ട് നടക്കുന്നു, ഫേസ്ബുക്കിൽ പോകുന്നു, ഇന്റർനെറ്റ് പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സമയം, അവർക്ക് കിട്ടണമെന്ന് അവർ കരുതുന്ന സമയം അത് അപഹരിക്കപ്പെടുന്നു എന്നുള്ള ധാരണ, നിരാശ പിന്നെ അവസാനം ഭ്രാന്ത് വരെ ആയെന്ന് വരാം. പരസ്യമായിട്ടൊക്കെ പറയും, മിക്കവാറും കൂട്ടുകാരൊക്കെ പറയും, നിങ്ങൾ ഒന്ന് പറയണേ, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പരാതികൾ പുറത്തേക്ക്, ദേ ആർ ബ്ലീഡിങ് വിത്ത് കംപ്ലൈൻറ്റ്സ്. ഇത് ഏതൊരു സാഹചര്യത്തിലും സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്. അതാണ് ദ പ്രോബ്ലം ഓഫ് ടൈം ആൻഡ് സ്പേസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ വേറൊരു സ്ത്രീ വന്നാൽ എങ്ങനെയായിരിക്കുമോ സാധാരണ ഭാര്യ കാണുന്നത്, ഏതാണ്ട് അതിന് തുല്യമായിരിക്കും ചിലപ്പോൾ ഭാര്യമാർ സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ റാഷണലിസം വന്നാൽ കാണുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കയ്യടിയുടെ ആവശ്യമില്ല, നമ്മൾ സമ്മതിക്കുകയാണ്. ഇറ്റ്സ് ആൻ ഇന്ററാക്ഷൻ ആക്ച്വലി. ഇത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. ദർ ആർ സം പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് അവർ വർക്ക് ആക്ച്വലി. ഒന്ന്, പലപ്പോഴും കേരള സമൂഹത്തിൽ, ഈ കേരളത്തിൽ മൊത്തം ജനതയുടെ 1% അവിശ്വാസികളാണ് എന്ന് കരുതിയാൽ പോലും ഏതാണ്ട് 4 ലക്ഷത്തോളം അവിശ്വാസികൾ ഈ കേരളത്തിലുണ്ട്. 4 ലക്ഷം പോയിട്ട് 40,000 പോയിട്ട് 4,000 പോയിട്ട് 400 പേരെ പോലും നമ്മൾ തികച്ച് കാണുന്നില്ല. എവിടെ പോയി അവരല്ല? ഇൻവിസിബിൾ. അപ്പൊ സ്വാഭാവികമായി അവിശ്വാസികളോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സോഫ്റ്റ് ലേബൽ സിൻഡ്രോം, പരസ്യമായിട്ടല്ല. അപ്പോ നിങ്ങളൊരു എത്തീസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആണ് എന്നുവെച്ചാ, അല്ല ഞാനൊരു സ്കെപ്റ്റിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളാണ് എന്നുവെച്ചാ, ഞാനൊരു ഡിങ്കോയിസ്റ്റ്. ഇപ്പൊ പുതിയ ഒരു പറഞ്ഞു, ഞാനൊരു ഡിങ്കോയിസ്റ്റ് ആണ്. അത് ശരി എന്ന് വെച്ചാൽ എങ്ങനെ വരും? അല്ല ഞാൻ ബ്രൈറ്റ് ആണ്. വേറൊരു കാര്യം, നിങ്ങൾ എന്താ സാധനം, അത് നിങ്ങൾ എന്താ സാധനം എന്ന് പറയും. എന്താണ് ഈ മടി? വെറുതെ വരുന്നല്ല ഈ മടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പരിണാമത്തിലൂടെയൊക്കെ നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ പദങ്ങളും വാക്കുകളുടെ പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ വളരെ കൃത്യമായി ആസൂത്രിതമായി പുറത്തു വരിക. ഐ മീൻ എത്തീസ്റ്റ്, ഞാനൊരു നാസ്തികനാണ് അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെന്ന് പച്ചയായി പറയാൻ ശേഷിയുള്ള എത്ര പേരുണ്ടാവും? നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഇപ്പൊ പലരും പറയും, യുക്തിവാദികളുടെ ഇടയിൽ തന്നെ നമ്മൾ ഈ ദൈവത്തെ എതിർക്കുന്നില്ല, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ എതിർക്കുന്നില്ല, അതിൽ നിന്നൊക്കെ മാറണം. എന്തിനാ ഇത് പറയുന്നത് അറിയാം? ഇപ്പോ മതം,
മതത്തെ എതിർക്കുന്നതിന് അതിനെ ഡൈല്യൂട്ട് ചെയ്യുക. അത് വളരെ വിജയകരമായിരിക്കും. മതത്തിൽ നിന്ന് മൊത്തത്തിൽ ഇപ്പോൾ അടുത്തിടെ ഒരു ഫേസ്ബുക്ക് കമന്റിൽ ഞാൻ വായിച്ചു, യുക്തിവാദികൾ മതത്തിന് വേണ്ടി പോരാടണം എന്ന് ഒരു അഭിപ്രായം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പം, വേറൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നമാണ്. യു ആർ ഇൻ എ ക്യൂ. നിങ്ങളൊരു ക്യൂവിലാണ്. മതത്തിന് വേണ്ടി പോരാടാനും അവരെ പ്രീണിപ്പിക്കാനും അവരെ സഹായിക്കാനുമായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരികൾ തൊട്ട് ചെറിയ ചെറിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് മതത്തിന് വേണ്ടി. അവിടെ പോയി ഒരു യുക്തിവാദി നിന്ന് കഴിഞ്ഞാൽ പറയും താങ്ക് യു വെരി മച്ച്, എൻ്റെ അറ്റത്ത് പോയി നിൽക്കാൻ പറയും. പോണോ? പിന്നെ ഈ മതത്തിന് വേണ്ടി പോരാടാനാണ് യുക്തിവാദികളെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇത്രമാത്രം ദ റിലീജിയസ് പ്രഷർ ഓൺ പീപ്പിൾ ഹു ഡു നോട്ട് കൺഫോം? ഒത്തുപോകാത്തവരുടെ മേലുള്ള വലിയ സമ്മർദ്ദം കാരണമാണ് അവരുടെ വാക്കുകൾ പതറുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ നേർപ്പിക്കപ്പെടുന്നത്. അവരുടെ എഴുത്തുകളിൽ പോലും അവർ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് എഡിറ്റിംഗ്, സ്വയം എഡിറ്റ് ചെയ്യുകയാണ്. ആദ്യം എഴുതിയ 2 പ്രാവശ്യം തിരുത്തി എഴുതുകയാണ്. ഒരു മതത്തിന്റെ ആ ഒരു ഗ്രാവിറ്റി, അതിന്റെ ആ വെയിറ്റ്, അതിന്റെ ഇൻഫ്ലുവൻസ്. ചിലർ പറയും ഈ മതത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത്ര അത് ശരിയായ കാര്യമല്ല. നിങ്ങൾ മതമുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കണം. പഠിച്ചോളൂ, എന്നിട്ട് എതിർക്കണം. അല്ല, ഈ മതം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആയിക്കോട്ടെ, സാമൂഹ്യ യാഥാർത്ഥ്യമാണ്, എന്നിട്ട് മതത്തെ എതിർക്കണം. അല്ല, ഈ മതത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ആയിക്കോട്ടെ, എന്നിട്ട് എതിർക്കണം. അല്ല, എല്ലാത്തിനും നല്ല ഗുണങ്ങളില്ലാത്ത ഒന്നുമില്ലല്ലോ. ആറ്റം ബോംബിന് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നേരെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഒരിങ്ങനെ മാറി മാറി പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടത് അതിൽ നിന്ന് ഇങ്ങനെ തെന്നി പോവുകയാണ്. ഇവിടെ ഇതാണ് പൊങ്കാല ഇട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ, അതെന്താ നീ നാസ്തികനാണോ? ഏയ്, അത് ഞാൻ നാസ്തികനൊന്നുമല്ല, പിന്നെന്താ അജ്ഞേയവാദിയാണ് എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. അജ്ഞേയവാദി തന്നെ പറയുകയാണ്, ആണെന്നും പറയാം, അല്ലെന്നും. എന്താണ് ഈ പേടി? ഒരു മതനിഷേധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം 3 ഘട്ടങ്ങൾ, 3 ചെക്ക് പോസ്റ്റുകൾ, പ്രധാനമായ 3 ചെക്ക് പോസ്റ്റുകൾ, ഒരുപാട് സബ് ചെക്ക് പോസ്റ്റുകളുണ്ട്. ജനനം, വിവാഹം, മരണം. ഈ 3 ഘട്ടത്തിലാണ് മതം എരച്ച് കയറുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒരുമാതിരി മാറി മാറി നിൽക്കാം. കാരണം അത് എരച്ച് കയറുന്നതിന് പലപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ പിന്തുണ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വിവാഹ സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, കൊല്ലത്തൊരു സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ നടത്തുന്ന വ്യക്തിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ എംകോമിൻ്റെ ഒക്കെ റാങ്കുകൾ പലപ്പോഴും ചാപ്റ്ററിലാണ് വരുന്നത്. റാങ്ക് പലപ്പോഴും വരും. അദ്ദേഹം അവിടുത്തെ യുക്തിവാദി സംഘത്തിന്റെ ഒരു നേതാവായിരുന്നു കൊല്ലം ജില്ലയിൽ. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ, അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ഒട്ടും തന്നെ ഈ ലൈനോട് താല്പര്യമില്ലാത്ത ആളാണ്, യുക്തിവാദ ലൈനോട് താല്പര്യമില്ലാത്ത ആളാണ്. തന്റെ പ്രണയം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. അമ്മ വളരെ രൂക്ഷമായി എതിർത്തു. പക്ഷെ ഇയാൾ അത് തുടരുകയും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ അഭിപ്രായം, ഈ തീരുമാനം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, നീ അവളെ ഇവിടെ കൊണ്ടുവന്നാൽ നീ പിന്നെ എന്നെ കാണില്ല എന്ന്. സാധാരണഗതിയിൽ എല്ലാവരും എടുത്ത് വീശുന്ന ഒരു സാധനം. വിവാഹ ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ചതിന് ശേഷം വധുവുമായി വീട്ടിൽ ചെന്ന് കയറിയ മോഹനൻ സാർ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന അമ്മയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വളരെ ആ ഷോക്ക് അതിജീവിച്ചുകൊണ്ട് വളരെ വിജയകരമായി ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യം. എന്തിനാണ് ആ അമ്മ ആത്മഹത്യ ചെയ്തത്? തൻ്റെ മതശാഠ്യം. ഇവിടെ 2 കാര്യങ്ങൾ രണ്ട് ഓപ്ഷൻസ് മോഹനൻ സാറിന്റെ മുന്നിലുണ്ട്. ഒന്ന്, അമ്മയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കും. അമ്മ ഹാപ്പിയാണ്, അമ്മ തൂങ്ങി മരിക്കില്ല. അപ്പൊ പറയും, നീ ഇവ ഒരു ഭയങ്കര യുക്തിവാദിയാണ്, ഭയങ്കര നാസ്തികനാണ്, മറ്റേതാണ്, മാങ്ങാത്തുലിയാണ്. എന്നിട്ട് കണ്ടില്ലേ, ആ പെണ്ണിനെ കളഞ്ഞു. ഇത്രയേ ഉള്ളൂ.
ഇത്രേ ഉള്ളൂ. ഒരേ ഓപ്ഷൻ ചെയ്താൽ വരുന്ന സാധനമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഇവന്റെ ഡാഷ് യുക്തിവാദം കാരണം അവൻ അവന്റെ പെറ്റ തളയെ കൊലയ്ക്ക് കൊടുത്തു. രണ്ട് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ഈ സംഭവം വരുന്നത്? ഈ രണ്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചെയ്യും? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം ചെയ്യുമോ? അങ്ങനെയാണല്ലോ നിങ്ങൾ പോയി. നിങ്ങളുടെ അമ്മ പെറ്റ തള്ളയുടെ വാക്ക് കേൾക്കുമോ? അങ്ങനെ ആയാലും നിങ്ങൾ പോയി. രണ്ടിടത്തും നിങ്ങൾ പരാജയപ്പെടുകയാണ്. ഇതിനെയാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. വൈഫ് ഈസ് ക്യൂട്ട് വെൻ ഷീ ഈസ് മ്യൂട്ട്. ഇതൊരു ചൊല്ലാണ്, ഇംഗ്ലീഷിലൊരു ചൊല്ലാണ്. ആൻഡ് ഹസ്ബൻഡ് ഈസ് ഹണി വെൻ ഹി ഗിവ്സ് മണി. ഏറെക്കുറെ ശരിയാണ്. കാരണം ഈ വെളിച്ചപ്പാടിനെ തന്നെ ഞാൻ വീണ്ടും എടുക്കുന്നു. വെളിച്ചപ്പാട് രാവിലെ ഈ സാധനമായിട്ട് അവർ ചോദിക്കുന്നു, നിങ്ങൾ ഈ വളഞ്ഞ കോലും എടുത്ത് എങ്ങോട്ട് പോവുക? കാൽ കാശിന് ഗുണമില്ലാത്തവൻ. സത്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എവിടെങ്കിലും പോയി ചത്തിരുന്നേൽ ഭാരം ഒഴിഞ്ഞാനേ. അയൽപക്കത്തുള്ളവരൊക്കെ അന്തസ്സായി ജീവിക്കുന്നു. വെളിച്ചപ്പാടാണ് എത്ര ഒരു വെളിച്ചപ്പാട്. എന്തിനാ മനുഷ്യനെ ഇങ്ങനെ ഭൂമിയിൽ ഭാരമായി ജീവിക്കുന്നത്? പോയി ചത്തൂടെ. ഓൾ ഇന്ത്യ റേഡിയോ ഇത് എത്ര പ്രാവശ്യം റീപ്ലേ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. കാരണം അയാൾ ഈസ് നോട്ട് എ പ്രൊഡക്റ്റീവ് യൂണിറ്റ്. ഇനി ഇപ്പുറത്ത് സ്വർണ്ണപ്പല്ലും സ്വർണ്ണച്ചങ്ങലയും കളസവും ഒക്കെ ഇട്ടുകൊണ്ട് ഒരാൾ പോവുകയാണ്. അയാൾ ഒരു അബ്കാരി നേതാവാണ്. ഭാര്യ പറയാണ് വൈകിട്ട് വരുമ്പോൾ മറ്റേ ആ റിങ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണേ ഹണി. അപ്പുറത്തൊരാൾ പത്രം വായിക്കുകയാണ്, മദ്യദുരന്തം, ആശുപത്രിയിൽ പ്രവേശിച്ച 2 പേർ കൂടി മരിച്ചു. പക്ഷെ ഹസ്ബൻഡിനെ കുറിച്ച് അവർക്ക് നല്ല മതിപ്പാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ആശയബോധമില്ലാത്ത പ്രത്യയശാത ബോധമില്ലാത്തവരാണോ എന്നൊക്കെ ചോദിച്ചേക്കാം നിങ്ങൾ. പക്ഷേ പലപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വീണ്ടും വരികയാണ്. റിലീജിയസ് പ്രഷർ ഓൺ എവരിബഡി, ഓൾമോസ്റ്റ് എവരിബഡി. റിലീജിയൻ അല്ലെങ്കിൽ മതം അത് വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രമല്ല സമ്മർദ്ദത്തിന് അടിമയാക്കുന്നത്, അതിൻ്റെ 10 ഇരട്ടി സമ്മർദ്ദം അതുമായി പൊരുത്തപ്പെട്ട് പോകാത്തവരുടെ മേളിൽ പ്രയോഗിക്കുന്നത്. അത് പലപ്പോഴും ഡയറക്റ്റ് ആവില്ല, പിടിച്ച് വെട്ടി കൊല്ലുകയൊന്നുമല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. മതഗുരുത്വം, റിലീജിയസ് ഗ്രാവിറ്റി എന്നുള്ള ടേമാണ് അതിന് ഏറ്റവും നല്ലത്. ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് പൊങ്ങി പോകാൻ പറ്റില്ല. അല്ലെ അത്രമാത്രം പ്രൊപ്പൽഷൻ പവർ വേണം. ഈ പ്രൊപ്പൽഷൻ പവർ പലപ്പോഴും നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ ധൈര്യത്തിൽ നിന്നോ മാത്രം പറ്റില്ല, ഇന്ധനം കൂടി വേണം. ജോർജ് കുട്ടി, എത്തീസം ഒരുമാതിരി നല്ല രീതിയിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ അതിൻ്റെ ഒരു കാര്യമില്ല, നമ്മൾ സ്വയം ഇങ്ങനെ കൈയടിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് റിക്വയർസ് മണി. എത്തീസം റിക്വയർസ് മണി, എസ്പെഷ്യലി ഇൻ എ റിലീജിയസ് സൊസൈറ്റി. റിക്വയർസ് മണി. 1544 1631 പീരീഡിൽ ജീവിച്ചിരുന്ന ഒരു കുതിര കച്ചവടക്കാരനായിരുന്നു തോമസ് ഹോബ്സൺ. ഹോബ്സൺ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുതിരകളെ വാടകയ്ക്കെടുക്കാനോ വാങ്ങിക്കാനോ ചെല്ലുന്ന ആളുകൾക്ക് അദ്ദേഹം ഏത് കുതിര വേണമെങ്കിലും തിരഞ്ഞെടുക്കാനായിട്ട് ഒരവസരം കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് പോയി എടുക്കാം, പക്ഷെ അതെപ്പോഴും ആ വാതിലിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന കുതിരയെ മാത്രമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. വാതിലിന് മുന്നിൽ കുതിര നിർത്തിയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ മുടന്ന കുതിരയായിരിക്കും, ചിലപ്പം 2 കഴിച്ചാത്തതായിരിക്കും, ചിലപ്പം ക്യാൻസർ പിടിച്ച കുതിരയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾ പോയി എടുത്തോ. പക്ഷെ അതിന് മുന്നിൽ നിൽക്കുന്നു. ആക്ച്വലി യു ഹാവ് നോ ചോയ്സ്. അമ്മ, ഭാര്യ, ഇവിടെ ഇയാൾ എന്ത് ചെയ്താലും ഇയാൾക്ക് ഹോബ്സൺസ് ചോയ്സ് ആണ്. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. റിലീജിയൻ മതരഹിതർക്കും അവിശ്വാസികൾക്കും മുന്നിൽ വെക്കുന്നത് ഹോബ്സൺ ചോയ്സസ് ആണ്. കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളാണ് പ്രതി, യു ആർ ഗിൽറ്റി. ഇവിടെ 2 മഹിളകൾ സംസാരിക്കുക. നോക്കിയേ, യുക്തിവാദി മനുവിന്റെ കെട്ടിയോളല്ലേ അമ്പലം നിരങ്ങുന്നത്. അന്ധവിശ്വാസത്തിനെതിരെ നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്നതിന് സ്വന്തം ഭാര്യയെ പോലും ബോധ്യപ്പെടുത്താനാവുന്നില്ല. ഇവള് ഭയങ്കര ദൈവം ഇല്ല എന്ന് ആളുകളെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കാളാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും ബോധ്യപ്പെടുന്നില്ല. അപ്പൊ മറ്റേ പറയാണ്, ഭാര്യ കഷ്ടപ്പെട്ട് വഴിപാടും പൂജയും ഒക്കെ ചെയ്ത് കുടുംബത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാക്കും.
ഇവനൊക്കെ ദൈവത്തെയും തെറി പറഞ്ഞ് നടക്കുകയും ചെയ്യും. എന്നാലും എൻ്റെ ദേവിയെ എന്ന് എന്താ യുക്തിവാദം? വേറൊരു സീൻ, അടുത്ത ഓപ്ഷൻ, വേറൊരു ഓപ്ഷൻ ഉണ്ടാവണമല്ലോ. അല്ലേ, നമ്മുടെ അമ്പലം സെക്രട്ടറി പിഷാരടി ചേട്ടൻ്റെ മകളല്ലേ ആ പോകുന്നത്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ആ കുട്ടി ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. എൻ്റെ ദേവി എന്നും ദേവിക്ക് മാല കൊടുത്തിരുന്ന കുട്ടിയാണ് വഴിതെറ്റിപ്പോയത്. അപ്പോൾ മറ്റയാൾ പറയാണ്, അതെ, അവളുടെ കെട്ടിയവൻ വലിയ നാസ്തികനാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവളും ഇങ്ങോട്ടൊന്നും വരാതായി. അവനൊരു സ്വതന്ത്ര ചിന്തകനാണ് പോലും. സ്വതന്ത്ര ചിന്തകൻ, ഭാര്യയുടെ മേൽ നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കുന്നവനാണ് സ്വതന്ത്ര ചിന്തകൻ. എങ്ങനെയുണ്ട്? ഭാര്യ അമ്പലത്തിൽ പോയാൽ കുഴപ്പം യുക്തിവാദിയുടെ കുഴപ്പം. അപ്പോ ഭാര്യ വിശ്വാസിയായാൽ അത് കുഴപ്പം. ഭാര്യ അവിശ്വാസിയായാൽ യുക്തിവാദം അടിച്ചേൽപ്പിച്ചു. എന്താ വേണം? ഭാര്യ വിശ്വാസിയാക്കണോ അവിശ്വാസിയാക്കണോ? അതോ ത്രിശങ്കു സ്വർഗങ്ങൾ ഉണ്ടാക്കണം? യു ഹാവ് നോ ഓപ്ഷൻ. എങ്ങനെയാണ് മതം പ്രവർത്തിക്കുന്നത്? പലരും വിചാരിക്കും മതം വെട്ടിയും കുത്തിയും കൊല്ലും, തലവെട്ടും കൈവെട്ടും. അതൊന്നും അല്ല. അതൊക്കെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. റേഡിയേഷൻ, റിലീജിയസ് റേഡിയേഷൻ, അണുപ്രസരണം പോലെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലും നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രത്തിലും നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളിലും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലും മതപ്രസരണമുണ്ട്. നിങ്ങൾ പ്രധാന പ്രശ്നങ്ങൾ കൈവെട്ടി, കാല് വെട്ടി, കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു, അതൊക്കെ എക്സ്ട്രീം വേരിയേഷൻസ് ആണ്. സദാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭീഷണിയായിട്ടതുണ്ടാവും. ഓപ്ഷൻസ് ഇല്ലാതെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും സ്വാധീനിച്ചും തെറി പറഞ്ഞും ഒഴിവാക്കിയും അതിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ ഞാൻ ആദ്യം പറഞ്ഞത്, ആ ഒരു വിഷയം നിങ്ങൾ കാണാം, അത് അവർ കാണുന്നുണ്ട്, അവർക്കും അതിൻ്റെ മേളിൽ വലിയ സ്വാധീനമുണ്ട്. ഇനി മറ്റൊന്ന്, അടുത്ത ഓപ്ഷൻസ് മരണസമയത്ത് വരുന്നു. ചിത കൂട്ടുന്നു. പരേതൻ അവിശ്വാസിയായിരുന്നു. മതാചാര പ്രകാരം സംസ്കരിക്കാൻ അങ്ങേർക്കോ മക്കൾക്കോ ഇഷ്ടമില്ല. പക്ഷേ മതം പിടിവിടുന്നില്ല. ഈ ബന്ധുക്കളെ പ്രശ്നമുണ്ടാക്കാൻ മതത്തിൻ്റെ ആൾക്കാർ ഇറക്കിയതാണ്. അപ്പം മതത്തിൻ്റെ ആൾക്കാർ വന്ന് പറയാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ബന്ധുക്കളിൽ ചിലർക്ക് താല്പര്യമുണ്ട്, വേണമെന്നുള്ളവർ ചെയ്യട്ടെ, അതവരുടെ അവകാശമല്ലേ, നിങ്ങളെന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? പലപ്പോഴും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ മരിക്കുമ്പോൾ ഏതൊരു അവിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാവാനിടയുള്ളൊരു സംഗതിയാണിത്. അടുത്തിടെ എൻ്റെ അച്ഛൻ മരിച്ചു. ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. ഞങ്ങൾ 3 പേരും സമാനമായ അഭിപ്രായം ഉള്ളവരായിരുന്നില്ല എങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു മതത്തിൻ്റെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ രൂപത്തിലായിരിക്കും മതം അവതരിക്കുന്നത്. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുന്നോണം ചിലപ്പോൾ ബന്ധുവിൻ്റെ രൂപത്തിലോ മകൻ്റെ രൂപത്തിലോ ഒക്കെ അവതരിച്ചിരിക്കും. മകൻ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് തമ്പാക്കുമൊക്കെ വെച്ച് ശംഭുവൊക്കെ വെച്ച് ശബരിമലയിലൊക്കെ പോയി. അവൻ പറയും അവന് ചെയ്യണം. പല രീതിയിലായിരിക്കും അവതരിക്കുക. ചിലപ്പോൾ ഒരു അകന്ന അപ്പച്ചി അയ്യോ പോയേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും, എനിക്ക് അവൻ ഇച്ചിരിയെങ്കിലും വായിക്കരി ഇടണേ എന്ന് പറഞ്ഞു. വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യാതെ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ 1-2 പേരൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഏതെങ്കിലും ടീമുകൾ വരികയാണെങ്കിൽ, ഫ്ലെയർ അപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പച്ചിമാര്, അകന്ന അപ്പച്ചിമാര്, അൺകോൺഷ്യസ് അപ്പച്ചിമാര്, അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നിർത്തണം. ഇവിടെ നടത്തുന്നതിനകത്ത് യാതൊരുവിധ മാറ്റം ഉണ്ടാക്കാൻ ആളുകളെ നിർത്തേണ്ടി വന്നു. പക്ഷെ ആരും വന്നില്ല. അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം എൻ്റെ സഹോദരന്മാരിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് ആർക്കെങ്കിലും മറിച്ചൊരു താല്പര്യം ഉണ്ടായാൽ ഒരു ജനാധിപത്യ ബോധമുള്ള വ്യക്തി എന്ന നിലയിൽ ഞാനത് മാനിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് വേണ്ട, പക്ഷെ അവർക്ക് വേണ്ടേ? ഞാനത് മാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളത് മാനിച്ചാൽ എന്താ വരുന്നത്? ഇതാണ് സംഗതി. യുക്തിവാദികളുടെ ജില്ലാ ഭാരവാഹികളാണ് പുത്രന്മാർ 2 പേരും. സ്വർഗമില്ല നരകമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കും. കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാ ആചാരപ്രകാരം തന്നെ നടത്തും. യുക്തിവാദിയാണ് എത്രയേ യുക്തിവാദി. ഇപ്പം വേറൊരാൾ പറയുന്നു, പക്ഷേ അതിന് അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, മറ്റുള്ളവർ ചെയ്യുന്നതിനെ തടയുന്നില്ല എന്നല്ലേ ഉള്ളൂ. വേറൊരാളെ കാര്യം നടക്കാൻ ആരെങ്കിലും ചെയ്താൽ പോരെ? എന്തോ വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഓപ്ഷൻസ് ഇല്ല. ഇത്രയും ഓപ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളില്ല, സാധ്യതകളില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി മറ്റൊന്ന്, കല്യാണം.
അതാരാണെന്ന് അറിയുമോ? ദൈവനിഷേധിയായ വർഗീസിന്റെ മകളാ. അപ്പനും മോക്കും പള്ളി വെച്ച് കെട്ടാൻ സമ്മതമില്ല. നല്ല സൗന്ദര്യവും ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ കണ്ടീഷൻ വെച്ച് ആരെങ്കിലും വരുമോ? കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. മറിയച്ചേട്ടത്തി വീട്ടിൽ ഇതും പറഞ്ഞ് അതിനോട് എന്നും വഴക്കാം. എന്ത് ചെയ്യാം? ദൈവത്തെ മറന്ന് ജീവിച്ചാൽ പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനാണ്? അപ്പൊ കല്യാണം പള്ളി വെച്ച് നടത്താൻ തയ്യാറല്ല, അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്. അതിനെ ആക്ഷേപിക്കുകയാണ്. ഇവിടെ വേറൊരാള്, ആ പോയ യുക്തിവാദി കുഞ്ഞഹമ്മദിന്റെ മോന. മൂപ്പർക്ക് വലിയ ശമ്പളവും കാറും ഒക്കെ ഉണ്ട്. ഇപ്പോ കല്യാണത്തിന് പള്ളിക്കാർ വേണം. തന്ത യുക്തിവാദി, മകനും കാഫർ. പക്ഷെ നല്ല നിക്കാഹ് കിട്ടണേല് പള്ളിക്കാർ തന്നെ വേണം. ഇത്രയേ ഉള്ളൂ അവൻ്റെയൊക്കെ ആദർശം. അപ്പൊ പള്ളി വന്നാലും കുഴപ്പം, പള്ളി വന്നില്ലേലും കുഴപ്പം. ഇതാണ് ആ മുറുകൽ. ഞാനപ്പോൾ ആ റിലീജിയസ് റേഡിയേഷൻ പ്രസരിക്കുന്നത് ഇങ്ങനെയാണ്. കുറ്റം ഭാര്യമാർക്കാണോ? മതമെന്ന് പറയുന്ന രാക്ഷസീയമായിട്ടുള്ള ചൂഷണ സംവിധാനത്തിലാണോ എന്ന് ചിന്തിക്കുക. മറ്റൊന്ന്, അവൻ വലിയ യുക്തിവാദിയാണ്. രജിസ്റ്ററിൽ കുട്ടിയുടെ ജാതി ചേർത്തിട്ടില്ല. പാവം കുട്ടി. അവന് ഭാവിയിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ ഇവൻ കാരണം വെള്ളത്തിലായി. അവനൊന്നും അറിയില്ല, കുട്ടിയല്ലേ. വളർന്നു വരുമ്പോൾ ജാതി വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ കുട്ടി അത് ചെയ്യട്ടെ. അതല്ലേ ഒരു മര്യാദ? ഇവനെന്തിനാ സ്വന്തം വിവരക്കേട് കുട്ടിയുടെ മേൽ കെട്ടിവെക്കുന്നത്? ഇതാണോ സ്വതന്ത്ര ചിന്ത? സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, മതം കൊണ്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഹെഡ് മാസ്റ്റർ പറയാണ്, അദ്ദേഹം കുരുവംശനാണ്, അദ്ദേഹത്തിന്റെ കുരു പൊട്ടി. ഇവൻ ജാതി വെക്കുന്നു. ഇവനാണോ അതൊക്കെ ചെയ്യാനുള്ള അധികാരം? നിനക്ക് നിന്റെ കുട്ടിയുടെ മേൽ എന്ത് അധികാരമുണ്ട്? അവൻ വേണ്ട നോക്കട്ടെ, അവന് കിട്ടുന്ന ഒരു നേട്ടം നീ എന്തായിട്ട് നിനക്ക് എന്ത് അധികാരമുള്ളത്? ചോദ്യം തിരിച്ച്. ഞാൻ അപ്പൊ എന്നാ മറ്റേ രീതിയിൽ ചെയ്യാം. ദാ വരുന്നു, ആ പോകുന്നവന് ഒരു യുക്തിവാദിയാണ്. പക്ഷെ ആദർശമൊക്കെ വാക്കിലേ ഉള്ളൂ. രജിസ്റ്ററിൽ മകന്റെ ജാതി ചേർത്തിട്ടുണ്ട്. ഭാവിയിൽ കിട്ടേണ്ട ആനുകൂല്യം ഒന്നും കളയണ്ടല്ലോ. ഭയങ്കര ആദർശം തന്നെ. വാക്കൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. യവനൊക്കെ എന്ത് യുക്തിവാദിയാണ് ശിവനെ. എന്ത് വേണം? ജാതി ചേർത്താൽ ഇതാണ്, ജാതി ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വേണ്ടേ? അടുത്ത സാധാരണ ലോജിക്കുകൾ. ഈ മതഗുരുത്വം എന്ന് പറയുന്ന സാധനം പലപ്പോഴും നിങ്ങൾ നടന്നു പോകുന്ന വഴിത്താരയിൽ കുപ്പിച്ചില്ലുകളും മുള്ളുകളും വിതറിയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നടക്കാൻ വയ്യാതെ സാധാരണ ഒരു മനുഷ്യൻ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുകയാണ്. അവൻ ചെരുപ്പ് ഉപയോഗിച്ച് ഒരു മതവിശ്വാസിയുടെ മേലിൽ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയുടെ മേലിലുള്ള സമ്മർദ്ദം ഒന്നല്ല. ഒരു വിവാഹം കഴിക്കാനോ അല്ലെ കുട്ടിയുടെ ജനനമോ അല്ലെങ്കിൽ മരണമോ ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇല്ല. പണ്ടാന്ന് പറഞ്ഞോണം, വിശ്വാസിക്ക് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, അവനെ വലിച്ചോണ്ട് പോയിക്കോളൂ. അതിന്റെ 100 ഇരട്ടി പ്രയത്നവും ആർജവവും ധൈര്യവും സാഹസബുദ്ധിയും തിരിച്ചറിവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അവിശ്വാസിക്ക് ഇതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇതാണ് ഈ സമൂഹത്തിലെ, ഒരു മതസമൂഹത്തിന്റെ, മതാധിഷ്ഠിത സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ വന്യത. ഈ വന്യതയ്ക്ക് യുക്തിവാദികളെ, അവിശ്വാസികളെ കുറ്റം പറയുന്നത് എന്തർത്ഥമുള്ള? ഞാനതാ പറഞ്ഞ, നിങ്ങൾ നടക്കുന്ന വഴിത്താരയിലൂടെ ഇങ്ങനെ കുപ്പിച്ചില്ലുകളും കാരമുല്ലുകളും വിതറിയിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് കാല് പൊട്ടി നടക്കണം? ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പലപ്പോഴും ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനങ്ങളും നാസ്തിക പ്രസ്ഥാനങ്ങളൊക്കെ ചിന്തിക്കേണ്ട, ഒരു മനുഷ്യൻ ദുർബലനാണ്, അവൻ ഒറ്റയാണ്. ഒരുണ്ട മതിയാവും എല്ലാവർക്കുമല്ലോ, നമുക്കറിയാം. അവന് ചില സമയങ്ങളിൽ അവന് സമ്മർദ്ദം വരുമ്പോൾ അവനെന്താ സൂപ്പർ ഹ്യൂമൻ പവേഴ്സിലൊന്നും നമുക്ക് വിശ്വാസമില്ല. ചില ആളുകൾ അവരുടെ അച്ഛന്റെ ശവസംസ്കാര സമയത്ത് ചടങ്ങുകളൂടെ നടത്തി അവനെ യുക്തിവാദ സംഘത്തിൽ നിന്ന് പുറത്താക്കി. എന്തോ ഇത്? അയാൾ അതിനകത്തൊന്നുമില്ല. പാടില്ല അങ്ങനെ അയിത്തങ്ങളും തീണ്ടലുകളും. ഇത് ശരിക്കും മതസമൂഹത്തിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കത്തുണ്ട്. ഒരാൾക്ക് സ്വയം യുക്തിവാദിയായി ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ആളുകളും സ്വന്തം വരുന്നെങ്കിൽ ബോണസ്. ഇറ്റ്സ് എ ബോണസ്. ഡാർവിനൊക്കെ പറഞ്ഞോണം, ഫോസിലുകൾ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി എ ബോണസ്. ഫോസിലുകൾ ഇല്ലെങ്കിലും പരിണാമം ശരിയാണെന്ന് പറയാറുണ്ട്. ഈ ഒരു ആസ്പെക്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ലോജിക്ക്, ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ലോജിക്കുകൾ നോക്കുക. മതം മുന്നോട്ട് വെക്കുന്ന ലോജിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അപഹാസ്യമായ ലോജിക്കുകൾ.
എങ്ങനെയാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയെയും സൃഷ്ടിക്കാൻ നോക്കുക? അപകടത്തിൽ കൈ ഒടിഞ്ഞു, നാസ്തികനായ പാച്ചു, ഒരു ക്യാരക്ടർ. അന്നേരം സമൂഹം പറയണം, ദേ കണ്ട, നിരീശ്വരവാദം പറഞ്ഞു നടന്നാൽ ഇങ്ങനെ ഇരിക്കും, പണി പാലും വെള്ളത്തിൽ കിട്ടി. അപകടത്തിൽ പാച്ചുവിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. അപ്പൊ പറയാണ്, സത്യത്തിലെ കാലടിയുണ്ട യാതൊരു കാര്യമില്ല, നല്ല ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ, ദൈവകൃപയില്ലാതായിപ്പോയി, അങ്ങനെയാണ് അവന്റെ കാലൊടിഞ്ഞത്. അപകടത്തില് കൈയും കാലും നഷ്ടപ്പെട്ട് പാച്ചു ആശുപത്രി കിടക്കുകയാണ്. അപ്പൊ മതം പറയാണ്, ദൈവദോഷം പറഞ്ഞു നടന്നതിന് കണക്കിന് കിട്ടി, ഇവനൊക്കെ ഇനിയെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഫലോ. കുറെ കഴിഞ്ഞ് നാസ്തികനായ പാച്ചു മരിച്ചു. അപ്പൊ അവിടെ ഒന്ന് പറയാണ്, ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ഇതാണ് ഫലം, കഷ്ടം, ഇനി എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ടതാണ്. അല്ലാസ്, വാട്ട് എ പിറ്റി. അപകടത്തില് കൈ ഒടിഞ്ഞ വിശ്വാസിയായ പാച്ചു. നോക്കൂ, ദൈവം രക്ഷിച്ചു, കൈ മാത്രമേ ഒടിഞ്ഞുള്ളൂ, ദൈവത്തിന് നന്ദി. അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട വിശ്വാസിയായ പാച്ചു, ദൈവം കാത്തു, ഒരു കാലല്ല പോയുള്ളൂ, പ്രൈസ് ദ ലോർഡ്. അപകടത്തിൽ കൈയും കാലും നഷ്ടപ്പെട്ട വിശ്വാസിയായ പാച്ചു, ദൈവത്തിന്റെ കരുണ നോക്കണേ, കൈയും കാലും പോയിട്ടും ജീവൻ ബാക്കി വെച്ചു, ഗോഡ് ഈസ് ഗ്രേറ്റ്. വൈകാതെ വിശ്വാസിയായ പാച്ചു മരിച്ചു. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും, അധികം കഷ്ടപ്പെടുത്തിയില്ലല്ലോ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ലോജിക്. ഒരു കളക്റ്റീവായിട്ട് ആളുകൾ നുണ പറയുകയാണ്, ഒരു കൂട്ടം ചേർന്ന് നുണ പറയുന്നതിനെയാണ് പലപ്പോഴും മതം എന്ന് പറയും. ഇങ്ങനെയാണ് ലോജിക്കെങ്കിൽ നമുക്ക് എന്ത് സാധ്യതകളാണുള്ളത്? ഒരു പൊതുബോധം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇത് ഒരുപാട് നീട്ടാവുന്ന സാധനമാണ്, പക്ഷെ എന്നാലും സമയ ചുരുക്കം കൊണ്ട് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പൊ ഭാര്യമാരുടെ പ്രശ്നം അടിസ്ഥാനപരമായി അവർ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അവർക്കും ഇതേ റിലീജിയസ് ഗ്രാവിറ്റി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പല സമയത്തിന്റെ ടൈം ആൻഡ് സ്പേസ് എല്ലാം ഉണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. ഭർത്താവിന്റെ സമയം തനിക്ക് കിട്ടുന്നില്ല, ഭർത്താവ് വേറെ നോക്കി പോകുന്നു എന്ന് പറയുന്നത് യുക്തിവാദികളുടെ ഭാര്യമാര് മാത്രമല്ലല്ലോ, എല്ലാ തരക്കാരും പോകുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ ഒരു ഗംഗ അല്ലെങ്കിൽ, ഗംഗയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മണിച്ചിത്രത്താഴിലെ ഗംഗയാണ്, വിടമാട്ടെ ആ ഒരു തലത്തിൽ എത്താത്ത ഒരു സ്ത്രീ ആണെങ്കിൽ, അല്ല അതാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓഫ്. യു ക്യാൻ ഡു സോ മെനി തിങ്സ്. വൺ ഈസ് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മസാജിങ്. ഇന്റലക്ച്വൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം, എന്നാലും ഇമോഷണൽ മസാജിങ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന പലർക്കും ക്ലാസ് എടുക്കാൻ ഞാൻ യോഗ്യനേ അല്ല. സോ യു ഗീവ് ദം എ ഫീലിംഗ് ദാറ്റ് ദേ ആർ കൗണ്ടഡ്. അവരും ഉണ്ട്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അവരുടെ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ കൃത്രിമമായിട്ട് ചെയ്യേണ്ടി വരും. കൃത്രിമമായിട്ട് ഞാൻ എങ്ങനെ ചെയ്യും? അത് സത്യസന്ധത ഇല്ലായ്മയാണ്. ഒന്നും ചിന്തിക്കണ്ട, കൃത്രിമമായിട്ട് തന്നെ ചെയ്യാം. എപ്പോഴും നമുക്ക് നിങ്ങൾ പറയുന്നോണം ഇതിന്റെ ഉള്ളറകളിൽ നിന്ന് വരുന്നോണം ഒന്നും ചെയ്യാൻ പറ്റില്ല. സംടൈംസ് വി ഹാവ് ടു പോസ്. ദർ ഇസ് നത്തിങ് റോങ് ഇൻ പോസിങ് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ്. കാരണം അത്ര അഗാധമായൊന്നും ആളുകൾ ചിന്തിച്ചു എന്ന് വരില്ല. പീപ്പിൾ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ബുക്കിന്റെ കവറും ഇതൊക്കെ നോക്കിയിട്ട് തന്നെ, പടമൊക്കെ നോക്കിയിട്ട് തന്നെ ആളുകൾ ബുക്കിന്റെ ആദ്യത്തെ ഇംപ്രഷൻ, അല്ലാതെ അതിന്റെ അവസാനത്തെ ഇക്വേഷനും വായിച്ചിട്ടൊന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഇമോഷണൽ മെസ്സാജിങ്ങിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ദെൻ ഡിവൈഡ് യുവർ ടൈം ജുഡീഷ്യസ്ലി. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നിങ്ങളുടെ സമയം വളരെ യുക്തിഭദ്രമായി വീട്ടിലേക്കും പുറത്തേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കും ഡിവൈഡ് ചെയ്യുക. ഒറ്റ പോക്കങ്ങ് പോയാൽ ചിലപ്പോൾ അത് വലിയൊരു പോക്കായി, ഒരു പോക്ക് പോകുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവും. സോ ദർ ഷുഡ് ബി എ ഡിവിഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ബന്ധം നിലനിർത്തണമെങ്കിൽ ആ ബന്ധത്തിന് എപ്പോഴും വളവും വെളിച്ചവും വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. യു ഹാവ് ടു നർച്ചർ. ഇനി മറ്റൊന്ന്, ബി എ മൂൺ ടു. മൂണെന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ ഇവിടെ നോക്കുമ്പോൾ ചന്ദ്രന്റെ എപ്പോഴും ഒരു വശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ കാരണം ചന്ദ്രന്റെ സ്വയം ഭ്രമണവും അതിന്റെ പരിക്രമണവും ഏതാണ്ട് 27.32 ദിവസം ആ കണക്ക് വെച്ച് പോകുന്നതുകൊണ്ടാണ് എപ്പോഴും ഒരു സമയം മാത്രം കാണുന്നത്.
നമ്മുടെ ഭാര്യ അല്ലാത്ത സ്ത്രീയും ഭർത്താവല്ലാത്ത പുരുഷനും ചന്ദ്രന്മാരാണ്. അവരവരുടെ ഏറ്റവും നല്ല വശം മാത്രമാണ് എപ്പോഴും നമ്മളെ കാണിക്കുന്നത്. അതേസമയം നമ്മളുടെ ആ സ്ത്രീ നമ്മുടെ ഭാര്യ ആവുകയാണ്, അല്ലെങ്കിൽ ആ പുരുഷൻ നമ്മുടെ ഭർത്താവ് ആവുകയാണെങ്കിൽ നമ്മൾ മറുവശം കാണുകയാണ്. ജീവിതത്തിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ജീവിതത്തിൽ അഭിനയത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം. പല കാര്യങ്ങളും പറയാതിരിക്കുക. നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളുടെ ഒരിക്കലും പറയാതിരിക്കുക. അത് ഭാര്യ ആയാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. അതിനൊരു കാരണമുണ്ട്. നമ്മൾ പൊതുവിൽ പരിണാമത്തിന് വിധേയമായ ഒരു തലച്ചോറാണ് നമുക്കുള്ളത്. നമ്മളെപ്പോഴും പ്രശംസ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. ചെറിയ വിമർശനങ്ങൾ പോലും നമുക്ക് താങ്ങാനാവില്ല. എല്ലാ വിമർശനങ്ങളും ഒരു ത്രെട്ട് ടു ലൈഫായിട്ടാണ് നമ്മുടെ മസ്തിഷ്കം കാണുന്നത്. ജീവന് നേരെയുള്ളൊരു ഭീഷണിയാണ് എല്ലാ വിമർശനങ്ങളും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള ഒരു കെമിക്കൽ സ്റ്റാൻഡ് പോയിന്റിലായിരിക്കും മസ്തിഷ്കം നിലകൊള്ളുക. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ നോക്കുകയാണ്, അവരാരും നമ്മളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരും തന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട്സായിട്ട് ഉണ്ടാവില്ല. അതേസമയം നമ്മളെ കൂടുതൽ അംഗീകരിക്കുകയും നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയും, നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് കണക്കല്ല ഈ എന്താ പറയുന്നത് വിമർശനം എന്ന് പറയുന്നത്. ഇതിന് പരിണാമപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ പൊങ്ങച്ചം പലരും പറയുന്നത് വെറുതെ പൊങ്ങച്ചം പറയല്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ പൊങ്ങച്ചം പറയാമെന്ന് പറയുന്നല്ല. നിങ്ങൾ ഈ മുള്ളം പന്നി ചെറിയൊരു ജീവിയാണ്, റോഡൻ്റാണ്. അത് ഒരു ഇരപിടിയൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രിസിൽസ് എല്ലാം കൂടി ഇങ്ങനെ വെച്ച് വലുതായിട്ട് ഇങ്ങനെ കാണിക്കും. ഇരപിടിയന് നൽകുന്ന സന്ദേശം ഇതാണ്: നീ കരുതോളം ചെറിയ ജീവിയൊന്നുമല്ല, ഞാൻ വലിയൊരു ജീവിയാണ്, എന്നെ കയറി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ ഷേപ്പ് പോവും എന്നൊക്കെയാണ് അത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ള അതിജീവനത്തിനായിട്ടുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് പലപ്പോഴും ആ ബ്രിസിൽസ് പ്രവർത്തിക്കുന്നത്. ഇതേ ബ്രിസിൽസ് ആണ് കൾച്ചറൽ കോണ്ടസ്റ്റിൽ നമ്മൾ പൊങ്ങച്ചമായിട്ട് അടിച്ചുവിടുന്നത്. എനിക്ക് അവിടെ 2 ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ അതുണ്ട്, എൻ്റെ ഇന്നാര് പോലീസിലാണ്, അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്നെ കയറി കളിക്കരുത്, ഞാൻ ഈ കരുതുന്ന ഒരാളൊന്നുമല്ല, ചൂട് വലിയ ആളാണ്. ഇത് ആ അതിജീവന തന്ത്രത്തിന്റെ സോഷ്യൽ കണ്ടിന്യൂവൻസ് ആണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഞാൻ പറഞ്ഞ ചില അഭിനയങ്ങൾ, അത് അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യമുണ്ട്. അത് കുറച്ച് ഒഴിവാക്കാം. നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങളുടെ ഭയങ്കര ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്ക് അയാളുടെ ഇമ്പോർട്ടൻസ് കൂടുന്നതായിട്ട് തോന്നും. അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറേയൊക്കെ ഒരു റെഗുലേഷൻ അവിടെ ആവശ്യമാണ്. ദെൻ ബ്രേക്ക് ക്രിറ്റിസിസം ആൻഡ് ആക്സിലറേറ്റ് ഫ്ലാറ്ററിങ്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളെ വളരെ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യുക, കഴിയുന്നത്ര പ്രശംസിക്കുക. അത് ചിലപ്പോൾ തോന്നി ഇത് പ്രശംസിക്കാൻ ഒന്നും ഇല്ലല്ലോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിനൊക്കെ ഞാൻ ചില വർക്ക് ചെയ്യണമെന്നില്ല. ഗംഗാറ്റിക് മോഡലാണെങ്കിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ അതിനിപ്പുറമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇറ്റ് ക്യാൻ വർക്ക് ആൻഡ് ട്രൈ ടു ബി ഓഫ് ഹെൽപ്പ്. കഴിയുന്നത്ര എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാനും ഒരു കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, ഒരു കൺസേൺ, ഒരു കോൾ, ഇതൊക്കെ കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇതപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ചെയ്യുന്ന ആളാണോ ഈ പറയുന്നതെന്ന് ചോദിക്കായിരിക്കും. അങ്ങനെ ഒരു ചോദ്യം ഇതൊരു നോർമൽ ഡിഫോൾട്ട് ക്വസ്റ്റ്യൻ ആണ്. ആര് പറഞ്ഞാലും ശരി തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്, അല്ലേ? ഞാനങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും പറയുന്ന കാര്യം ശരിയാണോ എന്നുള്ളതാണ് പ്രധാനം. ഇനി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ നല്ല ഒരു കാര്യമാണ് രണ്ടെണ്ണം. ഒരെണ്ണം കുഴപ്പമാണ്, പക്ഷേ ബാക്കി ഇതാണ് കുഴപ്പമായിട്ട് വന്നിരിക്കുന്നത്. മൂന്നാമത്തത്, ഇതിൻ്റെ കൂടെ ചിലർ പറയും, ഈ റാഷണലിസം ഒക്കെ മൂത്ത ആളുകളെ പറയും, ഇത് ഭേദം നിങ്ങൾ വല്ല കള്ളു കുടിച്ചിട്ട് ഓടയിലും കിടന്നാലും മതിയായിരുന്നു, ഈ റാഷണലിസത്തെ കാര്യം ഭേദം അതാണെന്ന് പറയും. ഇത് പ്രശ്നമെല്ലാം ഒന്ന് തന്നെയാണ്. കള്ളു കുടിച്ചിട്ട് വരുമ്പോഴും സമ്പത്തിൻ്റെ പോക്ക്, പ്രാധാന്യം കിട്ടുന്നില്ല, സമയം, ഇതിൻ്റെ എല്ലാം പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇപ്പോൾ കൺസേൺ ആൻഡ് കെയർ, അതിനകത്ത് വലിയ ഐൻസ്റ്റീൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കോമൺ സെൻസ് മതി. പക്ഷേ സംടൈംസ് കോമൺ സെൻസ് ഈസ് നോട്ട് ദാറ്റ് കോമൺ. അതാണ് പ്രശ്നം. ഞാൻ കഴിയുന്നത്ര ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. കാരണം മതം ഉയർത്തുന്ന ചില ഭീഷണി
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ